മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉംദത്തുൽ അഹ്കാമിലെ കിതാബുൽ ഹജ്ജിലാണ് നമ്മളുള്ളത്. അതിലാദ്യത്തെ അധ്യായമായ ബാബുൽ മവാഖീത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. ഉംറക്കും ഹജ്ജിനും പോകുന്ന ആളുകൾ, ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കിൽപ്പെട്ട ആളുകൾ അതാത് മീഖാത്തിലൂടെ പ്രവേശിച്ച് അവിടുന്ന് ഇഹ്റാം ചെയ്തിട്ട് വേണം ഉംറക്കോ ഹജ്ജിനോ പോകാൻ എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്. ഇന്ന് സഹോദരങ്ങളെ, ഇഹ്റാമിൽ പ്രവേശിച്ച ഉടൻ ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വസ്ത്രങ്ങളാണ് ഒരാൾ ഉപേക്ഷിക്കേണ്ടത് എന്നറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബാബുമാ യൽബസുൽ മുഹ്രിമു മിന സിയാബ്. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വസ്ത്രങ്ങളിൽ എന്താണ് ധരിക്കേണ്ടത് എന്നുള്ള കാര്യം. ഈ പറയാൻ പോകുന്ന നിയമങ്ങളെല്ലാം തന്നെ ഹജ്ജിന് എന്ന പോലെ തന്നെ ഉംറക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉംറക്ക് പോകുന്ന ആളുകളും ഈ കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ ശ്രദ്ധിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ വിഷയത്തിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് അറിയപ്പെട്ട ഹജ്ജിന്റെ മാസങ്ങളിലാണ് സംഭവിക്കുക. ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ, ആരെങ്കിലും ആ മാസങ്ങളിൽ ഹജ്ജിന് വേണ്ടി തയ്യാറായി ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടാൽ, ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. 3 കാര്യങ്ങൾ അവന്റെ ഹജ്ജിൽ ഉണ്ടാകാൻ പാടില്ല. അഥവാ അവൻ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ തഹല്ലുലാകുന്നത് വരെ ഈ 3 കാര്യങ്ങളും അവനുണ്ടാകാൻ പാടില്ല. അത് ഉംറക്കും അങ്ങനെ തന്നെയാണ്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഒന്നാമത്തെ കാര്യം അർ-റഫസാണ്. അർ-റഫസ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ഹജ്ജില് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഉംറയിലാകട്ടെ ഇഹ്റാമിലായിരിക്കുന്ന സമയത്തോളം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം അവർക്ക് അനുവദനീയമല്ല. അത് അതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ളതാകട്ടെ, അതല്ല അതിൻ്റെ പരിപൂർണതയിലുള്ളതാകട്ടെ, ഇതൊന്നും അനുവദനീയമായ കാര്യമല്ല, കടുത്ത നിഷിദ്ധമായ കാര്യമാണ്. അതുപോലെ വിവാഹം അന്വേഷിക്കുക, ഖിത്ബത്ത് നടത്തുക, അഥവാ ഒരാൾ പ്രപ്പോസ് ചെയ്യുക, ഇന്ന ആളെ മകളെ കല്യാണം കഴിക്കാൻ, അല്ലെങ്കിൽ ഇന്ന പയ്യനെ കല്യാണം കഴിക്കാൻ വേണ്ടി, ഇതൊന്നും ഇഹ്റാമിലായിരിക്കെ അനുവദനീയമായ കാര്യമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻകിഹുൽ മുഹ്രിമു വലാ യുൻകഹ്. ഒരു മുഹ്രിം നിക്കാഹ് ഉടമ്പടി അതിൽ ഏർപ്പെടാൻ പാടില്ല. ഇഹ്റാമിലായിരിക്കെ നിക്കാഹിന്റെ ഉടമ്പടിയിൽ ഏർപ്പെടാൻ പാടില്ല. വലാ യുൻകഹ്, നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാനും പാടില്ല. വേറൊരാൾ ഇടപെട്ടിട്ട് അയാൾ മറ്റൊരാൾക്ക് വേണ്ടി നിക്കാഹ് കഴിപ്പിക്കുക, അതിന്റെ വലിയായിട്ട്, ഇതൊന്നും പാടില്ല. ഇഹ്റാമിലാണോ, ആ ആണ് ഇഹ്റാമിലാകട്ടെ പെണ്ണ് ഇഹ്റാമിലാകട്ടെ, അതിലേതെങ്കിലും ഒരാൾ ഇഹ്റാമിലാകട്ടെ, രണ്ടാളും ഇഹ്റാമിലില്ല, മറ്റൊരാൾ ഒരു വലിയ പെണ്ണിന്റെ വലിയും ആണിന് വേണ്ടി മറ്റൊരാൾ വക്കാലത്തൊക്കെ എടുക്കുന്ന രൂപത്തിലാകട്ടെ, ഏത് രൂപത്തിലാണ് എങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എന്ത് ചെയ്യാൻ പാടില്ല, ഇഹ്റാമിൽ പാടില്ല. അത് പൊതുവെ ആളുകൾ ചെയ്യുന്നത് കുറവായിരിക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ആളുകൾ നടത്തും. ഒരു തരത്തിലുള്ള ഖിത്ബത്ത്, വിവാഹ അന്വേഷണം ചിലപ്പോൾ ഉംറക്കൊക്കെ വന്നാൽ ആളുകൾ അറിയാതെ സംസാരിക്കും. അത് ഫോണിലാണെങ്കിലും ശരി, നേരിട്ടാണെങ്കിലും ശരി. സഹോദരങ്ങളെ, അത് പാടില്ലാത്ത കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇഹ്റാമിൽ പാടില്ലാത്തത് അർ-റഫസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ജിമാ ആണ്, ഭാര്യ ഭർത്തൃ ബന്ധമാണ്. അത് നിഷിദ്ധമായ കാര്യമാണ്. അതിന് കടുത്ത കഫാറത്തുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട അധ്യായമുണ്ട്, അവിടെ നമുക്ക് വിശദീകരിച്ച് പറയാം. രണ്ടാമത്തെ കാര്യം വലാ ഫുസൂഖ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ ഫുസൂഖ. ഫുസൂഖ് പാടില്ല എന്ന് പറഞ്ഞാൽ മഅസിയത്തുകൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നിഷിദ്ധമാണ്. മഅസിയത്തുകൾ എപ്പോഴും നിഷിദ്ധമായ കാര്യമാണ്. പക്ഷെ ഒരാൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ മഅസിയത്തുകളുടെ പാപഭാരം അത് കടുത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിഷിദ്ധമായ ഒരു കാര്യവും അവന്റെ ഇഹ്റാമിലായിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നല്ല ശ്രദ്ധയോടുകൂടി പാലിക്കേണ്ട കാര്യമാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വലിഹാദ അവദ്ദു അൻ അഖൂല കലിമ വഇൻ കാന തസ്ഖുലു അലാ ബഅദിൻ നാസ്. ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്, ചില ആളുകൾക്ക് അത് വലിയ പ്രയാസമായിരിക്കും. വഹിയ
ഷുർബു ദുഖാൻ ഫി ഹാലിൽ ഹജ്ജി ഔ ഉംറ. ഹജ്ജിന്റെയും ഉംറയുടെയും അവസ്ഥയിൽ സിഗരറ്റ് വലിക്കുക, പുക വലിക്കുക എന്നുള്ളത് അത് ചില ആളുകൾക്ക് വലിയ പ്രയാസമാണ്. അവർക്കതിന് സാധിക്കുകയില്ല, ഒഴിവാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. അതെപ്പോഴും നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് അത് കടുത്ത ഗൗരവമുള്ള കാര്യമാണ്. നമുക്ക് വളരെ ഖേദകരമായി കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. മീഖാത്തിലൊക്കെ മലയാളികൾ കുറവാണെന്നാണ് തോന്നുന്നത്. മറ്റു പല ആളുകളും അവർ മീഖാത്തിൽ വെച്ചിട്ട് തന്നെ സിഗരറ്റും മറ്റുമൊക്കെ വലിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് അത് കാണാൻ സാധിക്കും. അത് നേരത്തെ തന്നെ നിഷിദ്ധമാണ്. ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് അത് കൂടുതൽ നിഷിദ്ധമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്നൽ മുഹ്രിം ഇദാ അസല്ലാ അയ്യ മഅസിയ ഫഹി മിൻ മഹ്ദുറാത്തിൽ ഇഹ്റാം. ഒരു മുഹ്രിം ഏത് നിഷിദ്ധം പ്രവർത്തിച്ചാലും അത് ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളാണ്. അതായത് ഇഹ്റാമിൽ ഒരു നിഷിദ്ധവും ചെയ്യാതെ ശ്രദ്ധിക്കണം, ഒരു നിഷിദ്ധവും ചെയ്യാതെ ശ്രദ്ധിക്കണം. അതുപോലെ ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില നിഷിദ്ധങ്ങളാണ് നിസ്കാരം അതിന്റെ സമയത്ത് നിന്ന് തെറ്റിച്ച് നിസ്കരിക്കുക എന്നുള്ളത്. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ കിടന്നുറങ്ങി, നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കാതെ ഫജ്റൊക്കെ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ മഗ്രിബൊക്കെ ഇശാക്ക് ആയതിനു ശേഷം നിസ്കരിക്കുക. അഥവാ ജം അല്ല ഇവിടെ ഉദ്ദേശിച്ചത്, അതല്ലാത്ത രൂപത്തിൽ തന്നെ ഒരാൾ എന്ത് ചെയ്യാണ്, നിസ്കാരം അതിന്റെ സമയത്ത് ചെയ്യാതിരിക്കുകയാണ്. പുരുഷന്മാരാണെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കാതെ അവരുടെ റൂമുകളിൽ നിന്ന് തന്നെ നിർവഹിക്കുകയാണ്. ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. ഇഹ്റാമിൽ അതൊക്കെ നിഷിദ്ധമാണ്. അതല്ല എല്ലാ സമയത്തും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഗീബത്ത്, മറ്റൊരാളുടെ കുറ്റം അത് പറയുക, നമീമത്തുകൾ, ഇതൊക്കെ എല്ലാ അവസ്ഥകളിലും ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് പലരും അത് ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെ ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറയുന്ന കാര്യം പലപ്പോഴും നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. ആളുകൾ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇഹ്റാമിനിടയിൽ അഥവാ അവരുടെ തവാഫിന്റെയും സഈന്റെയും ഒക്കെ ഇടയിൽ, ഹജ്ജ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മറ്റ് കർമ്മങ്ങൾക്കൊക്കെ ഇടയിൽ അവരെന്ത് ചെയ്യും, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതൊരിക്കലും പാടില്ല. പ്രത്യേകിച്ചും പ്രായമായ ആളുകളും വയസ്സായ ആളുകളൊക്കെ നമ്മൾ ചുറ്റുമുണ്ട് എങ്കിൽ അവരോട് അങ്ങേയറ്റം നൈർമല്യത്തോടുകൂടി നമ്മൾ പെരുമാറേണ്ടതുണ്ട്. ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യാൻ പാടില്ല. കാരണം ചില ആളുകൾ ചില സുന്നത്തുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാപങ്ങളിൽ ഏർപ്പെടുന്നത് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്ന സുന്നത്തായ ഒരു കാര്യം. അത് വാജിബല്ല. ഹജ്ജിന്റെ നിബന്ധനയിലോ ഹജ്ജിന്റെ റുക്കിനിലോ ഹജ്ജിന്റെ വാജിബുകളിലോ ഒന്നും പെടുന്ന ഒരു കാര്യമേ അല്ല ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്നുള്ളത്. മറിച്ച് അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചുംബിച്ചിട്ടുണ്ട്, അത് സുന്നത്താണ്. പക്ഷെ ചില ആളുകൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിനുവേണ്ടി അടിപിടി കൂടി തവാഫ് ചെയ്യുന്ന ആളുകളെയൊക്കെ പ്രയാസപ്പെടുത്തി ഉന്തി തള്ളി കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി എങ്ങനെയെങ്കിലുമൊക്കെ ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്നുള്ള ഒരൊറ്റ നീയത്തിൽ അവന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നുപോവുകയാണ്. അവൻ ഇഹ്റാമിലാണ്, ശ്രദ്ധയോടുകൂടി അവൻ ചെയ്യണം. അതുപോലെ ഖുശൂവോടുകൂടി ഇബാദത്തുകളൊക്കെ ദുആ ഒക്കെ ചെയ്ത് നടക്കേണ്ടതാണ് എന്നതെല്ലാം മറന്നിട്ട് നേരെ എന്ത് ചെയ്യും, നേരെ ഈ ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും തിക്കിത്തിരക്കി ബുദ്ധിമുട്ടിച്ച് ചെയ്യുന്ന ആളുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അവിടെയാണ് സ്ത്രീകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില സ്ത്രീകൾ അത്തരം സുന്നത്തുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പുരുഷന്മാരുമായി ഇടകലരുന്നതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് ധരിച്ചിട്ടുണ്ട് എങ്കിൽ അത് വലിയ വിഡ്ഢിത്തമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെ പുരുഷന്മാരുടെ തിരക്കുണ്ട് എങ്കിൽ ഒരിക്കലും സ്ത്രീകൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിനിടയിലൂടെ തിക്കിത്തിരക്കി ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി പരിശ്രമിക്കരുത്. അവർക്ക് നിഷിദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സുന്നത്തിന് വേണ്ടി നിഷിദ്ധം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടില്ല. അപ്പൊ നമുക്ക് ഹജറുൽ അസ്വദ് എപ്പോഴാണ് മുത്തുക എന്നൊക്കെയുള്ള ധാരണയായിരിക്കും. ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്നുള്ളത് ആരും ഇവിടെ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് അതിനുള്ള ഒരു സമയം, ഏതെങ്കിലുമൊക്കെ തിരക്കില്ലാത്ത സമയം അങ്ങനെ അനുവദിച്ചു കിട്ടുന്നുണ്ട് എങ്കിൽ അപ്പോൾ അത് ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തിൽ നിങ്ങളൊരു കുറവ് വരുത്തിയിട്ടില്ല. കാരണം അല്ലാഹു തആല ഒരിക്കലും ഒരു ഹറാം സംഭവിച്ചിട്ട് ഒരു സുന്നത്ത് ചെയ്യാൻ നിങ്ങളോട് പ്രോത്സാഹിപ്പിച്ചിട്ട് നിങ്ങളുടെ നിയ്യത്ത് തന്നെ മതിയായതാണ്. നിങ്ങൾക്ക് ചുംബിക്കാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ലഭിക്കാനുള്ള നിയ്യത്ത് നിങ്ങൾക്ക് ഉണ്ടായി. നിങ്ങളുടേതല്ലാത്ത ഒരു പ്രയാസം അവിടെ ഒരു തിരക്ക് കാരണത്താൽ ഉണ്ടായി എങ്കിൽ നിങ്ങൾക്ക് അതിന് ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് ചില ആളുകളൊക്കെ മറ്റുള്ളവരെ കാലിന് ചവിട്ടിയും അവരുടെ മേലെ തള്ളിയിട്ടും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾ, പ്രത്യേകിച്ചും പ്രായമായ ആളുകളൊക്കെ നമ്മൾ മുന്നിലുണ്ട് എങ്കിൽ വളരെയധികം റിസ്കോടുകൂടി അവരോട് പെരുമാറേണ്ടതുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് അൽ ജിദാൽ, തർക്കം എന്ന് പറയുന്നത്. അത് ഹജ്ജിന്റെ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വല റഫസ വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിന്റെ വേളയിൽ നിങ്ങൾ തർക്കിക്കാൻ പാടില്ല.
എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തർക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു ബാത്തിലായ തർക്കമാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഹക്കിന് വേണ്ടിയിട്ടുള്ള തർക്കം, ഉദാഹരണത്തിന് ഒരാളൊരു ഷർഈയായ ഒരു വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒന്നോ രണ്ടോ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ നമ്മൾ കാണുകയാണ് ചില ആളുകൾ അല്ലാഹു അല്ലാത്ത ആളുകളോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും കൈ ഉയർത്തി വിളിക്കുന്ന കണ്ടാൽ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. അത് തർക്കമല്ല. അങ്ങനെയുള്ള തർക്കത്തിന് ഒരു തിന്മ കണ്ടാൽ എതിർക്കാൻ പാടില്ല എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഓരോ കാര്യങ്ങൾ വളരെ കൃത്യമായി തൗഹീദിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതൊന്നും ഇഹ്റാമിൽ തെറ്റല്ല. ഇബ്നു ഹുസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയണേ, ചില ആളുകൾ പറയണ ജമാഅത്ത് നിസ്കാരം നിർബന്ധമല്ല ആ രൂപത്തിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ദുഹാന് പുകവലി നിഷിദ്ധമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുകളോടുകൂടി നിരത്തിയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, മാന്യമായ രൂപത്തിൽ അവരോട് തർക്കിക്കുന്നതിന് തെറ്റില്ല. എന്നാൽ എന്താണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിഷിദ്ധമായ ജിദാൽ എന്ന് പറയുന്നത്? അത് ഒരു കാര്യമില്ലാത്തതാണ്. എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ, ഏതെങ്കിലും രാജ്യത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ വിഷയത്തിലൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കിക്കും. അത് പൊതുവെ നാട്ടിലൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമാണ്, ഒരു ഫായിദ ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള കാര്യം ഇഹ്റാമിലായാൽ അത് ഗൗരവമാണ്. അങ്ങനെ തീരെ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടേണ്ട എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ആളുകൾ എന്ത് ചെയ്യും, തർക്കിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു സീറ്റിന് വേണ്ടി, ഞാനാണ് ബസ്സിൽ മുന്നത്തെ സീറ്റിൽ ഇരുന്നത്, എനിക്ക് മുന്നത്തെ സീറ്റ് വേണം, ഞാൻ മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് അവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യരുത്. നമ്മൾ വിട്ടുകൊടുക്കുക. അത് വിട്ടുകൊടുക്കുക, ഇത് നിങ്ങൾ എടുത്തോളൂ, എനിക്ക് വേണ്ടതില്ല. ചിലപ്പോൾ നമ്മളെ ഹക്കായിരിക്കും. ഒരു തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യായമായി ലഭിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും നമ്മളത് ഉപേക്ഷിക്കുക എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ അവനൊരു ഭവനമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഹക്കായിരിക്കും. പക്ഷെ നമ്മൾ ആ ഹക്ക് അവിടെ വാദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു തർക്കം നടക്കും, പ്രശ്നം നടക്കും. നമ്മൾ വിട്ടുകൊടുക്കുക. ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ചിലപ്പോൾ ഒരാൾ മുറിയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ, ഹോട്ടൽ റൂമുകളിൽ നിന്ന് തന്നെ ആളുകൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കും. നമ്മളെ റൂം പോരാ, നമ്മളെ റൂം ചെറുതാണ്. ഇഹ്റാമിലായിരിക്കും, ഉംറ ചെയ്തിട്ടുണ്ടാവില്ല, അതിന് മുമ്പേ ആയിരിക്കും. ആ രൂപത്തിൽ ആളുകൾ എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കവും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് പാടില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. ജിദാല് പാടില്ല. ഇഹ്റാമിലായിരിക്കെ ജിദാല് പാടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ മത്താഫിലാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരം. ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതേതുപോലെയാണ് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരെങ്കിലും നമ്മളെ ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ നമ്മൾ എന്തു പറയണം? ആരെങ്കിലും നോമ്പുകാരനെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അവനോട് അടിക്കാൻ വരികയോ മറ്റോ ഒക്കെ ചെയ്താൽ നമ്മൾ സായിം, നോമ്പുകാരനാണെന്ന് പറയണം. അതേപോലെ നമ്മൾ നോമ്പിൽ അതെങ്ങനെയാണ് ആ നോമ്പ് സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ഇഹ്റാമിലായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തർക്കത്തിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് നമ്മൾ സമാധാന രൂപത്തിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജിദാൽ, ഈ തർക്കം അത് നിഷിദ്ധമാണ് എന്ന് പറയുന്നത്? അത് പ്രത്യേകിച്ച് ഹജ്ജിലാണെങ്കിലും ശരി, ഇനി അതല്ല അസ്ല് ജിദാൽ തന്നെ, അതിന്റെ അടിസ്ഥാനം തന്നെ നിഷിദ്ധമാണ്. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഒരു ന്യായമില്ലാത്ത കാര്യങ്ങൾ നിരത്തുകയും, അങ്ങനെ അവൻ തർക്ക സ്വഭാവത്തിലല്ലെങ്കിൽ അത് വളരെ കൃത്യമായി അവൻ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം തർക്കത്തിലെത്തിക്കഴിഞ്ഞാൽ അംഗീകരിക്കുകയില്ല. തർക്കത്തിലെത്തിക്കഴിഞ്ഞാൽ അന്യായമായി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിയും ഇല്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ്, മുടന്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളാകും. ഇത് കൽബിനെ നന്നായി ബാധിക്കും. കൽബിനെ നന്നായി ബാധിക്കും. അത് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് മനസ്സിലാകും. അനാവശ്യമായ തർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഇബാദത്തുകളൊക്കെ നമുക്ക് വളരെയധികം ബാധിക്കുന്നതായിരിക്കും. നിസ്കരിക്കുന്ന സമയത്തൊരു ശ്രദ്ധ കിട്ടുകയില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇഹ്റാമിലായിരിക്കുന്ന മുഴുവൻ സമയത്തും നമ്മൾ നിസ്കാരം പോലെയാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിൽ നമ്മൾ പ്രവേശിച്ചതുപോലെ മുഴുവൻ സമയത്തും അള്ളാഹു തആലയെ കുറിച്ച് ചിന്തിക്കുകയും ദിക്ർ ചൊല്ലുകയും ദുആ ചെയ്യുകയും, അങ്ങനെ നമ്മുടെ കൽബ് അള്ളാഹുമായി ബന്ധമുണ്ടാകേണ്ട ഒരു അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കയറി വന്നാൽ ഒരു ശ്രദ്ധയും കിട്ടൂല. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഖുശൂ കിട്ടുകയില്ല. നമുക്ക് ആരോടോ ഇല്ലാത്ത രൂപത്തിൽ ദേഷ്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും കൽബിൽ അലട്ടുക. അപ്പൊ ഇത്തരത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഖൈറുകൾ നഷ്ടപ്പെട്ടു പോകും. ഒരുപാട് ഖൈറുകൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് തർക്കം അത് ഒഴിവാക്കണമെന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അതിനുശേഷം ഈ ബാബിലുള്ള ഹദീസുകൾ വായിക്കാം. ഒന്നാമത്തെ ഹദീസ്, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് മാ യൽബസുൽ മുഹ്രിമു മിനസ് സിയാബ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയാണ്, ഒരു വ്യക്തി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മാ യൽബസുൽ മുഹ്രിമു മിനസ് സിയാബ്. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഒരു മനുഷ്യൻ, ഒരാണ് എന്തൊക്കെയാണ് ധരിക്കേണ്ടത് എന്ന് ചോദിച്ചു. എന്തൊക്കെ വസ്ത്രമാണ് ഇഹ്റാമിൽ നമുക്ക് ധരിക്കാൻ അനുവാദമുള്ളത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ലാ യൽബസിൽ ഖമീസ് വലൽ അമായിം വലൽ സറാവീലാത്ത് വലൽ ബറാനിസ് വലൽ ഖിഫാഫ് إلا أحد لا يجد نعلين فيلبس الخفين وليقطعهما أسفل من الكعبين ولا يلبس من الثياب شيئا مسه زعفران أو ورس وللبخاري ولا تنتقب المرأة المحرمة ولا تلبس القفازين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടത് എന്ത് വസ്ത്രമാണ് ഇഹ്റാമിൽ ധരിക്കുക എന്നാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് എന്ത് ധരിക്കാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ മറുപടി പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞത് കാരണം ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രങ്ങൾ കുറവേ ഉള്ളൂ. ഈ പറയപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ധരിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ കുറേ ഉണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ധരിക്കുക എന്നുള്ള ചോദ്യത്തിന് അങ്ങേയറ്റം ഹിക്മത്തോടുകൂടി എന്ത് ധരിക്കാൻ പാടില്ല, അഥവാ ഏതുപോലെയാണ്, നീ എന്ത് ധരിക്കാൻ പാടില്ല എന്ന് എന്നോട് ചോദിക്കൂ, ധരിക്കാൻ പാടില്ലാത്തത് ഇന്നാൽ ഇന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ്. എന്തൊക്കെയാണ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഒന്നാമത്തേത് ലാ യൽബസ് അൽ ഖമീസ്, ലാ യൽബസ് അൽ ഖമീസ്, ഖമീസ് ധരിക്കാൻ പാടില്ല. എന്താണ് ഖമീസ് എന്ന് പറയുന്നത്? നമ്മൾ ഈ നീളക്കുപ്പായം തന്നെ, ഷർട്ട്, അതൊക്കെ ഖമീസിന്റെ പരിധിയിൽ പെടുന്നതാണ്. ഖമീസ് എന്ന് പറയുമ്പോൾ ഷർട്ടിനും ഖമീസ് തന്നെയാണ് പറയാ. പൊതുവെ ഉദ്ദേശിക്കുന്നത് ഈ നീളത്തിലുള്ള നമ്മളിപ്പോ ധരിക്കുന്ന ഈ ഖമീസ് എന്ന് പറയുന്ന വസ്ത്രമാണ് സഹോദരങ്ങളെ. അത് പാടില്ല. അതായത് നമ്മളെ ഈ കൈയൊക്കെ ഉള്ള ഇങ്ങനെ നീളത്തിലുള്ള ഈ വസ്ത്രം അത് പാടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ട് പറഞ്ഞു വലൽ അമായിം, ഇമാമകൾ പാടില്ല. എന്താണ് ഇമാമ എന്ന് പറഞ്ഞാൽ? നമ്മൾ തലയിൽ കെട്ടുന്നതിനാണ് ഇമാമ എന്ന് പറയുന്നത്. ചില രാജ്യക്കാർ അവരുടെ നാട്ടിലുള്ള ആദത്ത് എന്താണ്? തലയിൽ കെട്ടാണ്. ഇപ്പൊ യമനിലൊക്കെ നാട്ടിലെ ആളുകൾ പൊതുവെ ഒരു വസ്ത്രം തലയിൽ കെട്ടുക എന്നുള്ളതാണ്. ഒമാനിലും ഒക്കെ നമുക്ക് ചില കാണാൻ പറ്റും. അവരൊക്കെ ഇമാറാത്തിലൊക്കെ തലയിൽ കെട്ടുന്നതിനാണ് അമായിം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള തലയിൽ നിന്ന് കെട്ടുക എന്നുള്ളത് അതും പാടില്ല. വല സറാവീലാത്ത്, സിർവാലുകൾ പാടില്ല. എന്താണ് സിർവാൽ? പാൻറ്റുകൾ. നമ്മൾ വസ്ത്രത്തിന്റെ അകത്തിടുന്ന, സൗബിന്റെ ഒക്കെ അകത്ത് നമ്മൾ ഇടുന്ന സിർവാലുകൾ പാടില്ല. അതും പാൻറ് എന്നാണ് പറയാ. അതുപോലെ തന്നെ ഇന്ന് കാലത്തുള്ള ബന്തലൂൺ, ഇന്നത്തെ മോഡേൺ പാൻറ്റുകൾ, ഇതെല്ലാം ഇഹ്റാമിന്റെ വേളയിൽ പാടില്ല. വലൽ ബറാനിസ്, അൽ ബറാനിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, മൊറോക്കോയിൽ ഒക്കെ ഉപയോഗിക്കുന്ന, മഗാരിബകൾ ഉപയോഗിക്കുന്ന വസ്ത്രമാണ്. അതായത് അവരുടെ സൗബും തലയിലിടുന്നതും ഒരുമിച്ചായിരിക്കും. അതായത് നമ്മുടെ ഈ ഇടുന്ന കമീസും അതിനോടൊപ്പം തലയിലിടുന്ന ഒരു വസ്ത്രവും കൂടി ഒരുമിച്ച് ഉള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുതലേ ഉപയോഗിക്കപ്പെടുന്ന ഒരു വസ്ത്രമാണ്. മൊറോക്കോയിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് ബറാനിസ്. അങ്ങനെയുള്ളതും ഇടാൻ പാടില്ല. വലൽ ഖിഫാഫ്, ഖുഫകളും ധരിക്കാൻ പാടില്ല. തോലുകൊണ്ടോ മറ്റോ ഒക്കെ നമ്മൾ ഷൂ അങ്ങനെയുള്ളതും ധരിക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ ചില ഇളവുകൾ അവിടുന്ന് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ഒമൻ ലം യജിദ് ഇസാറൻ, ആർക്കെങ്കിലും ഒക്കെ ഇസാർ കിട്ടിയിട്ടില്ല. ഇസാർ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ എടുക്കുന്ന തുണി, അതിനാണ് ഇസാർ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഫൽയൽബസി സറാവിൽ, അവൻ സിർവാൽ ഉപയോഗിച്ചോട്ടെ, പാൻറ് ഉപയോഗിച്ചോട്ടെ എന്ന് ഹദീസിലുണ്ട്. അതുപോലെ ഹുഫയുടെ വിഷയത്തിലും ഒരു ഒഴികഴിവുണ്ട്. ഇല്ല അഹദുൻ, ആർക്കെങ്കിലും ഹുഫ ഇല്ല, ഇല്ല അഹദുൻ ലാ യജിദു നഅലൈൻ, ഒരാൾക്ക് ചെരുപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ ഫൽയൽബസിൽ ഖുഫൈൻ, അവൻ ഹുഫ ധരിച്ചുകൊള്ളട്ടെ, ഷൂ ധരിച്ചുകൊള്ളട്ടെ, കുഴപ്പമില്ല. വൽയഖ്തഉഹുമാ അസ്ഫല മിനൽ കഅബൈൻ, നെരിയാണിക്ക് താഴെ വെച്ച് ആ ഷൂ ഒന്ന് മുറിച്ചാൽ മതി എന്നാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ഭാഗം, നെരിയാണിക്ക് താഴെയുള്ളത് മുറിച്ചാൽ മതി എന്നുള്ള ഭാഗം നസ്ഖ് ചെയ്യപ്പെട്ട, ദുർബലപ്പെട്ട ഭാഗമാണ്. അടുത്ത ഹദീസിൽ അത് മുറിക്കാതെയും ഉപയോഗിക്കാം. അഥവാ നിരുപാധികമായി ഒരാൾക്ക് ചെരുപ്പില്ലെങ്കിൽ ഷൂ ഉപയോഗിച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കാം, ഒരു കുഴപ്പമില്ല, അതിന് കഫാറത്ത് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞത് ഒമല്ലം യജിദ് ഇസാറൻ ഫല്യൽബസിൽ സറാവീൽ, ഒരാൾക്ക് താഴെ എടുക്കുന്ന മുണ്ട് ഇസാർ കിട്ടിയിട്ടില്ലെങ്കിൽ സിർവാൽ ഉപയോഗിച്ചോട്ടെ എന്നാണ് പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതിൽ നിന്നൊരു ഫായിദ പറയാൻ. പെട്ടെന്ന് നമ്മൾ ജിദ്ദയിലേക്ക് പോവാൻ, അല്ലെങ്കിൽ നമ്മൾ ഉംറ ചെയ്യാൻ വേണ്ടി പോവാൻ, ജിദ്ദയിലേക്ക് നമ്മൾ വേറൊരു ആവശ്യത്തിന് പോവാൻ. ഫ്ലൈറ്റ് കയറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്തു? ഫ്ലൈറ്റ് കയറിയതിന് ശേഷം നമ്മൾ വിചാരിച്ചു ഉംറ ചെയ്തേക്കാം. നമ്മൾ നീയത്ത് മാറ്റി, നമ്മൾ വേറെ പ്ലാനിലായിരുന്നു ആദ്യം പോകുന്നത്. നമ്മൾ വിചാരിച്ചു ഉംറ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ വിചാരിച്ച പ്ലാന് മാറിയിട്ടുണ്ട്, ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ആ പരിപാടിക്ക് പോകേണ്ടതില്ല, ഉംറ ചെയ്യാം. എന്ത് ചെയ്യും? നമ്മളെ ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സൗബായിരിക്കും, ചിലപ്പോൾ നമ്മൾ ജുബായിരിക്കും, ചിലപ്പോൾ ഷർട്ടും പാൻറ്റും ആയിരിക്കും ആളുകൾ ധരിച്ചിട്ടുണ്ടാകും. എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം പറയാണ്, അവിടെ അവൻ എന്ത് ചെയ്യുക? അവന് വേണമെങ്കിൽ ഈ സിർവാൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? അവിടെ ധരിക്കാം. കാരണം അവിടെ അതിന് വേറെ ഇസാറില്ല. ഇനി മുകളിൽ ഇപ്പൊ അദ്ദേഹം സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് വേണ്ടി പറഞ്ഞതായിരിക്കണം. അദ്ദേഹം പറയാണ് ഫഖ്ലഹി സിയാബ് അല്ലതി അലൈക്, നിന്റെ മേലുള്ള ഈ സൗബ് എന്ത് ചെയ്യാം? അവിടെ ധരിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മളിത് അത് ഒഴിവാക്കുക. വബഖ ഫി സറാവിൽ, ഈ സിർവാൽ അങ്ങനെ തന്നെ ധരിച്ചുകൊള്ളുക. വൽതഫ ബിൽ ഊത്രതി അലൽ അബ്ദാൻ വഹരിം, നിന്റെ തലയിലിടുന്ന ഉത്ര ഉണ്ട്, തുണിയുണ്ട്, തലയിലിടുന്ന തട്ടുണ്ട്, അത് വെച്ചിട്ട് നീ എന്ത് ചെയ്യാം?
മേലെ മൂടുക. അപ്പം ഒരു റിദായിന് പകരമായി താഴെയുള്ള മുണ്ടിന് പകരം സിർവാല് മതി, പാൻറ് മതി. മേലെ എന്ത് മതി? നമുക്ക് ആ തലയിലിടുന്ന തട്ടെടുത്തിട്ട് ധരിച്ചാൽ മതി. ബാക്കിയുള്ള വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഒഴിവാക്കാം. ബാക്കിയുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കാം. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? അദ്ദേഹം പറയുന്നു, അതല്ലാതെ നിങ്ങൾ മീക്കാത്തിൽ കഴിഞ്ഞ് അപ്പുറത്തെത്തുന്നത് വരെ നിങ്ങൾ കാത്തിക്കരുത്, മറിച്ച് ഈ രൂപത്തിൽ ചെയ്യാം. കാരണം ആർക്കെങ്കിലും സൗബ് കിട്ടിയിട്ടില്ലെങ്കിൽ, ആർക്കെങ്കിലും ഇസാർ കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ സിർവാൽ ഇട്ട് കൊള്ളട്ടെ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ള ഇളവാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു കുഴപ്പവും അതിനില്ല. യാതൊരു കുഴപ്പവും അതിന് ഇല്ല. മറ്റൊരു മസാല അദ്ദേഹം പറയാണ്, അപ്പൊ ചിലരെങ്കിലുമൊക്കെ ഉംറക്ക് പോയി കഴിഞ്ഞാൽ അറബികളായ ആളുകളൊക്കെ ഉപയോഗിക്കും. ചില ഇസാർ കാണുമ്പോൾ അവർ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടാകാറുണ്ട്. അതാണ് അവരുടെ ഇസാർ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള മുണ്ട്, മൂട്ടിയ മുണ്ട് എന്ന് പറയും. അതായത് അത് മുഴുവനായിട്ട് നമ്മളെ പോലെയുള്ള ഇങ്ങനെ ഒരു കീറൽ അതിനില്ല, അല്ലെ? ആ രൂപത്തിലുള്ള മുണ്ടുകൾ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ എലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ചില ഇഹ്റാമിന്റെ തുണി നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഇതൊക്കെ അനുവദനീയമാണ്, യാതൊരു കുഴപ്പവും അതിനില്ല. അതല്ലെങ്കിൽ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഒരു പോക്കറ്റൊക്കെ, നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വസ്തു കെട്ടാതെ തന്നെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഒരു പോക്കറ്റോ മറ്റോ ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള തുണികളുമുണ്ട്. ഇതൊക്കെ അനുവദനീയമായ കാര്യമാണ്. കാരണം ഇതൊന്നും വരുന്ന സമയത്ത് ഇത് എന്തായി മാറുന്നില്ല? ഇതൊന്നും സിർവാലായി മാറുന്നില്ല. സിർവാലാണ് പാടില്ലാത്തത്. അതല്ലാത്ത ശരീരത്തിന്റെ ഷേപ്പ് കാണാത്ത ഇത്തരം തുണികൾ അത് അനുവദനീയമാണ്. അതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മുണ്ട് വെക്കുകയില്ല. മുണ്ട് ഉപയോഗിച്ചാൽ അത് അയിഞ്ഞു പോകുന്ന പ്രയാസം ഉണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് മുണ്ട് എത്ര എടുത്തു കൊടുത്താലും അയിഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ എലാസ്റ്റിക് ടൈപ്പ്, അതായത് മേൽഭാഗം അത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ എലാസ്റ്റിക് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ അങ്ങനെ ഉണ്ടാകും. മോൾ ഭാഗം എലാസ്റ്റിക് ആയിട്ട്, താഴെ ചിലപ്പോൾ വെട്ടുള്ളതോ വല്ല വെട്ടില്ലാത്തതോ ആയ രൂപത്തിൽ ഉണ്ടാകും. അത് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കത് ഉപയോഗിക്കാൻ പറ്റും, യാതൊരു കുഴപ്പവുമില്ല. പിന്നീട് പറഞ്ഞത് ഇല്ലാ അഹദുൻ ലാ യജിദു നഅലൈനി ഫയൽബസിൽ ഖുഫൈൻ വലിയഖ്തഅഹുമാ അസ്ഫല മിനൽ കഅബൈൻ. ഒരാൾക്ക് ഖുഫ മാത്രമേ ഉള്ളൂ, ചെരുപ്പിട്ടിട്ടില്ലെങ്കിൽ അത് മുറിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസിൽ നമുക്ക് കാണാം അത് മുറിക്കാതെ തന്നെ. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തി ഷൂ ഇട്ടിട്ടാണ് ഉള്ളത്, അയാൾ ഷൂ നെരിയാണ്ട് മുകളിൽ കയറി നിൽക്കുന്ന ഷൂ ആണ് അയാളുടെ കയ്യിലുള്ളത് എങ്കിൽ അയാൾക്ക് എന്തിന്റെ ആവശ്യമില്ല? ആ ഷൂ ഒഴിവാക്കി ചെരുപ്പിടാതെ നടക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അതിൻ്റെ അകത്തുള്ള സോക്സ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി, ഷൂ ധരിക്കാം. അയാൾക്ക് ആ ഷൂ ധരിച്ചിട്ട് തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കും. ഒരാൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിലാണ് എത്തിയത്, പെട്ടെന്ന് ചെരുപ്പ് കിട്ടിയില്ല, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അയാൾക്ക് മാറ്റി ചെരുപ്പിടാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? ചെരുപ്പ് വാങ്ങിയിട്ട് ഈ ഷൂ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് പോകാം. അതാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ചുരുക്കത്തിൽ എന്തൊക്കെ പാടില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന് പറയുന്നു, ഖമീസ് പാടില്ല, സിർവാല് പാടില്ല, തലയിൽ കെട്ടുന്ന ഇമാമ പാടില്ല, ഹുഫകൾ പാടില്ല, അതേപോലെ തലയിലും അതുപോലെ തന്നെ ശരീരത്തിൽ ഒരുമിച്ചുള്ള ബറാനിസ് പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാടില്ല എന്നുള്ളതാണ്. ആളുകൾക്കിടയിൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ കാര്യമാണ് തുന്നിയ വസ്ത്രം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും സംശയം ചോദിക്കാറുണ്ട്. സ്റ്റിച്ചിങ് എന്നാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒരു ഹദീസിൽ, അത് ഹദീസ് അല്ല, ശരിക്കും പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടില്ല, ചില താബിഈങ്ങളിൽ നിന്ന് വന്നതാണ്. യഹ്റുമു അലൽ മുഹ്രിമി ലുബ്സുൽ മഖീത്ത്. മഖീത്ത് ആയത് സ്റ്റിച്ച് ചെയ്യപ്പെട്ടത്, തുന്നപ്പെട്ടത് പാടില്ല എന്നുള്ളത് നിഷിദ്ധമാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇബ്രാഹിം നഖൈ റഹിമഹുല്ലാ അദ്ദേഹത്തിലേക്കാണ് തോന്നുന്നു, താബിഈങ്ങളിൽപ്പെട്ട ഒരാളിലേക്കാണ് അത് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഇനി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തന്നെയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ശരീരത്തിന്റെ ആകൃതിയിൽ തുന്നപ്പെട്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ശരീരത്തിന്റെ ആകൃതിയിൽ തുന്നപ്പെട്ട എന്ന് പറഞ്ഞാൽ പാൻറ് പോലത്തെ, ഷർട്ട് പോലെയുള്ള, അടിവസ്ത്രം പോലെയുള്ള ഇത് ആകൃതിയിൽ വെച്ച് തുന്നപ്പെടുന്ന വസ്തുക്കളാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ആ വസ്തുവിൽ ഒരു സ്റ്റിച്ചും പാടില്ല എന്നല്ല. ശരിക്കും ഇഹ്റാമിന്റെ വസ്ത്രം നോക്കിയാൽ സ്റ്റിച്ചില്ലേ, അതിൽ എന്തൊക്കെ ഡിസൈനുകൾ ഉണ്ടാക്കുക, സ്റ്റിച്ചുകളാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാതെ നമുക്കൊരു തുണി ഉണ്ടാക്കാൻ പറ്റൂല. ആ നൂലുകളൊക്കെ അതിൽ സ്റ്റിച്ചുകളുണ്ട്. അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാകാറുണ്ട്, ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് ആ മീഖാത്ത് നിന്ന് കാണുന്ന ആ ഒരു പ്രത്യേക ഹവായി ചെരുപ്പ് തന്നെ ഇടണം. അതല്ലാതെ ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന VKCയോ അല്ല അതിലൊക്കെ ഇങ്ങനെ സ്റ്റിച്ചുകളൊക്കെ ഉണ്ടാവും, അത് പാടില്ല എന്ന് ധരിക്കുന്നവരുണ്ട്. അത് തെറ്റാണ്, അങ്ങനെയില്ല. ആ ഇഹ്റാമിൽ മീഖാത്തിൽ പോയിട്ട് ആ ഒരു പ്രത്യേക ചെരുപ്പുണ്ട്, ചിലപ്പോൾ ആ ചെരുപ്പ് ഒരു ഉപകാരത്തിനും കൊള്ളാത്ത ചെരുപ്പായിരിക്കും, അത് തന്നെ ധരിക്കണമെന്നൊന്നുമില്ല. ചിലർ വിചാരിക്കും ഇത് ധരിച്ചാലേ ഉംറ ശരിയാവുള്ളൂ, ആണ് പ്രയാസപ്പെട്ട് ഈ ചെരുപ്പ് തന്നെ ധരിക്കാം. പ്രായമായ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത്തരത്തിലുള്ള ചെരുപ്പുകൾ. കാരണം അത് ശരിക്കും അതിന്റെ അത്ര പോരാ അത് പലപ്പോഴും. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ നമ്മുടെ ചെരുപ്പുകൾ, ആ ചെരുപ്പിന്റെ മേലുള്ള സ്റ്റിച്ചുകൾ പ്രശ്നമല്ല. ശരിക്കും മനസ്സിലാക്കുക, അത് പ്രശ്നമേ അല്ല. ആ ചെരുപ്പിന്റെ മേലെ ഉണ്ടാകുന്ന സ്റ്റിച്ച് പ്രശ്നമല്ല. നമ്മളത് നെര്യാണിക്ക് മുകളിൽ എത്തുന്ന രൂപത്തിലുള്ള ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നെര്യാണിക്ക് മുകളിൽ എത്തുന്ന രൂപത്തിലുള്ള ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുക. അതല്ലെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ല. അത് പ്രത്യേകം
മനസ്സിലാക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ 5 കാര്യങ്ങളിൽ സഹോദരങ്ങളെ അതിലൊരു കായികയുണ്ട്, അതൊരു അടിസ്ഥാനമുണ്ട്. അവിടുന്ന് ഖമീസ് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം മുഴുവനും ഷേപ്പ് കാണുന്ന രൂപത്തിൽ ഒരു വസ്ത്രവും പാടില്ല. പുരുഷന്മാർക്കാണ് ഈ പറഞ്ഞതല്ല. ഖമീസ് എന്ന് പറഞ്ഞാൽ ജുബ്ബ പറ്റുന്നല്ല, വസ്ത്രത്തിന്റെ ശരീരത്തിന്റെ ഷേപ്പ് കാണുന്ന ഒന്നും അപ്പോൾ പാടില്ല എന്ന കായിക കിട്ടി. സിർവാല് പാടില്ല എന്ന് പറഞ്ഞാൽ സിർവാല് മാത്രമല്ല, പാന്റും പാടില്ല, ട്രാക്ക് സൂട്ടും പാടില്ല, ഒന്നും പാടില്ല. അതെല്ലാം അതിന് കോമൺ ആയിട്ട് വന്നതാണ്. ഇമാമ പാടില്ല എന്ന് പറഞ്ഞാൽ തല മറക്കുന്നതായ ഒന്നും പാടില്ല. ഇമാമ മാത്രമല്ല, ഗുത്രയാണെങ്കിലും അറബികളൊക്കെ സൗദിയിലൊക്കെ ഇടുന്ന പോലത്തെ തട്ടമാണെങ്കിലും ഷിമാഗ് ആണെങ്കിലും നമ്മളിടുന്ന ഈ ഖലൻസു അല്ലെങ്കിൽ താഖിയ എന്ന് പറയുന്ന തൊപ്പികളാണെങ്കിലും ഇതൊന്നും പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പാടില്ല, അതെല്ലാം ഉൾപ്പെട്ടു. ഇനി ബറാനിസ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനുള്ള തലയും തൊപ്പി വസ്ത്രമൊക്കെ സൗബൊക്കെ ഒരുമിച്ചുള്ളത്, ഇതെല്ലാം പാടില്ല. ഇത് ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക് പറഞ്ഞതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക, അതല്ല. അതുകൊണ്ട് തന്നെ അതല്ലാത്തപ്പോൾ വാച്ച് ധരിക്കുക. ചില ആൾക്കാരുടെ ഡൗട്ടാണ്, വാച്ച് ധരിക്കാൻ പറ്റുമോ? വാച്ച് ധരിക്കുക. കാരണം വാച്ച് ശരീരത്തിന്റെ മുഴുവൻ മറക്കുന്ന ഒരു വസ്തുവല്ല. വാച്ച് ധരിക്കാം, കണ്ണാട ധരിക്കാം, മോതിരം ധരിക്കാം, കുഴപ്പമില്ല. ആൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടാണ്, മോതിരം ധരിക്കാം, ഇനി ഇയർഫോൺ വെക്കാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വെക്കാം. അതൊന്നും യാതൊരു കുഴപ്പമുള്ള കാര്യമല്ല, ബാക്കിയെല്ലാം അനുവദനീയമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഹദീസിൽ പറഞ്ഞത് വല യൽബസ് മിന സിയാബി ഷൈഅൻ മസ്സഹു സഅഫ്റാനുൻ ഔ വർസ്. സഅഫ്റാൻ അല്ലെങ്കിൽ വർസ് അത് വസ്ത്രത്തിലാകാൻ പാടില്ല എന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഗന്ധ ദ്രവ്യങ്ങളാണ്. നമ്മൾ സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അന്ന് കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് സഅഫ്രാൻ, സാഫ്രോൺ എന്ന് പറയുന്ന, അതുപോലെ വർസ് എന്ന് പറയുന്ന ഒരു മഞ്ഞ നിറത്തുള്ള ചെടിയാണ്. അത് നല്ല മണമുള്ള ചെടിയാണ്. അന്ന് അതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ സുഗന്ധങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സുഗന്ധം അത് എവിടെയും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കുളിച്ച് വൃത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വസ്ത്രത്തിലാകാത്ത രൂപത്തിൽ അവരുടെ താടിയിലോ തലയിലോ ഒക്കെ ആയിട്ട് നല്ല ഊതുകളോ മറ്റോ ഒക്കെ ഉണ്ട് എങ്കിൽ അത് ഉപയോഗിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്, സുന്നത്താണത്. പക്ഷെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, നമ്മൾ മീഖാത്തിലാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞു ജിദ്ദയിൽ എത്തുന്നതിന്റെ അരമണിക്കൂർ മുമ്പൊക്കെ നമ്മൾ ഏകദേശം കണക്കാക്കും. അതിനുശേഷം പിന്നീട് അവരുടെ സ്പ്രേയോ അത്തറുകളോ ഊതോ ഒന്നും തന്നെ, ഊത് പുകയ്ക്കാനും പാടില്ല, ഊത് ഓയിൽ ഉപയോഗിക്കാനും പാടില്ല, അതുപോലെ തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള മണം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ അസലാണ് ഈ ഹദീസ്. ഇതിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ സൂക്ഷ്മത എന്നുള്ള നിലക്ക് നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല മണമുള്ള സോപ്പാണെങ്കിൽ പരമാവധി ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഹഫ്ളഹുല്ലാഹ് അങ്ങനെ പറഞ്ഞത് കാണുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് എന്നാൽ അദ്ദേഹം പറഞ്ഞത് അല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടാവും, അപ്പം അങ്ങനെ നമ്മുടെ കയ്യിൽ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിൽ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അവിടെ ഒരു പെർഫ്യൂം എന്നുള്ള നിലക്ക് നമ്മൾ ഉപയോഗിക്കുന്നതല്ല, മണത്തിന് വേണ്ടിയിട്ടല്ല. എന്നിരുന്നാലും പരമാവധി മണമില്ലാത്ത സോപ്പ് കിട്ടുകയാണെങ്കിൽ അതാണ് കൈ കഴുകാനൊക്കെ ഏറ്റവും നല്ലത്. നമ്മളൊരു ഹാൻഡ് വാഷായി ഉപയോഗിക്കുന്ന സമയത്തും അങ്ങനെ ഉപയോഗിക്കലാണ് കൂടുതൽ നല്ലത്. കാരണം ചില പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ശ്രദ്ധിക്കാത്ത കാര്യമാണ്, ജാഫ്രാൻ പാടില്ല എന്ന ഹദീസിൽ നേർക്കുനേരെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ജാഫ്രാൻ ഉപയോഗിച്ചിട്ടുള്ള ഗഹ്വയോ ചായയോ കോഫിയോ ചായയോ പാടില്ല. അപ്പൊ ചായയിലൊക്കെ സാഫ്രോൺ ആഡ് ചെയ്തിട്ടുള്ള ചായ ഒക്കെ ഉണ്ടാവില്ല, കുടിക്കുന്നതാണ്. അപ്പൊ അത് ഉപയോഗിക്കരുത് എന്നാണ് ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഹഫ്ളഹുല്ലാഹ് അതുപോലെ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ആവശ്യത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നഅന ഉപയോഗിച്ചിട്ടുള്ള, മിന്റ് ഉപയോഗിച്ചിട്ടുള്ള ചായ ഇതൊക്കെ ഉപയോഗിക്കാതെ, കാരണം അതൊക്കെ മിന്റൊക്കെ ഒരുതരം മണം ഉണ്ടാക്കുന്ന, നല്ല സ്മെല്ല് ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതും കുടിക്കുന്നതും പാടില്ല. അതായത് സുഗന്ധം എന്ന് പറയുന്നത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആകുക എന്നുള്ളത് മാത്രമല്ല, അത് കുടിക്കുന്നതും പാടില്ല. ഇതൊക്കെ ചിലപ്പോൾ അപൂർവം സംഭവിക്കുന്നതായിരിക്കും. എല്ലാവരും ഇപ്പോൾ പോയി അവിടെ ഇറങ്ങി സാഫ്രോൺ ടീ ഒന്നും കുടിക്കണം എന്നില്ല. പക്ഷെ അറിയാത്ത ആളുകൾ ചിലപ്പോൾ നല്ലൊരു ചായ കുടിക്കുക എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അങ്ങനെ കുടിച്ചേക്കാം. എയർപോർട്ടിൽ അതല്ലെങ്കിൽ അവിടെ മക്കത്തെത്തിയിട്ടോ ഒക്കെ കുടിച്ചേക്കാം. അപ്പൊ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി ഒരാള് അയാള് യാദർശികമായി അയാളുടെ ശരീരത്തിലോ മറ്റോ അത്തറോ മറ്റോ ഒക്കെ ആയാൽ എന്ത് ചെയ്യണം? ഉടനെ അത് തുടച്ചു കളയണം എന്നാണ് പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം വളരെ വർഷം മുമ്പ് പറഞ്ഞതാണല്ലോ ഇത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാറുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ ഹജറുൽ അസ്വദ് പോയി ചുംബിക്കുന്ന സമയത്ത് അവിടെ ഇന്നും തുടരുന്ന ഒരു കാര്യമാണ്, ഹജറുൽ അസ്വദിന്റെ മുകളിൽ ഒരു കുപ്പി ഊതൊക്കെ തേച്ച് അത് മിനുക്കാറുണ്ട്. ആളുകൾക്ക് നല്ല മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. പക്ഷെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഹ്റാമിലാണ് എങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഇഹ്റാമിലാകുന്ന അവസ്ഥയിൽ നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് സ്പർശിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നത് കാണാം. അത് ഉണങ്ങിയിട്ടല്ലാതെ, അതായത് തേച്ച ഉടനെ അതിൻ്റെ ഒരു തിളക്കം കാണും, ആ സമയത്ത് നിങ്ങൾ സ്പർശിക്കാൻ നിൽക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ അത് എന്ത് ചെയ്യും, നമ്മൾ 1, 2, 3 തവാഫൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടാകും, അപ്പോഴാണ് കുഴപ്പമില്ല. ഇനി അതല്ല, നമ്മൾ അറിയാതെ തൊട്ടപ്പോൾ നമ്മളെ കയ്യിൽ ചിലപ്പോൾ ആ ഊത്
മണം ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? അദ്ദേഹം ഉടനെ തന്നെ ആ കില്ലയിൽ കാബയുടെ തുണിയിൽ അതങ്ങ് ഉരച്ച് കളഞ്ഞാൽ മതി. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതൊക്കെ വളരെ കൃത്യമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹദീസിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മള് സുഗന്ധം നമ്മളായിട്ട് ധരിക്കുന്നത്, നമ്മൾ പോയി തൊടുന്നത് നമുക്ക് അറിയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒട്ടകപ്പുറത്തു നിന്ന് താഴെ വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചുപോയി. അതായത് ഇഹ്റാമിലായിരിക്കെ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അത് അറഫയിലാണ് അദ്ദേഹം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്സിലുഹു ബിമാഇൻ വസിദ്ർ, വെള്ളവും സിദറും ഉപയോഗിച്ച്. സിദർ ഉപയോഗിക്കാവുന്നതാണ്. കാരണം സിദർ എന്ന് പറയുന്നത് അത് നല്ല സോപ്പിന്റെ എഫക്റ്റ് കിട്ടുന്ന കാര്യമാണ്. പക്ഷെ അതിന് മണം ഉണ്ടാവുകയില്ല. സിദർ ഇലന്ത മരം, അത് പൊടിച്ചിട്ട് അത് നമുക്ക് സോപ്പ് പോലെ മയ്യത്തിനൊക്കെ കുളിപ്പിക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ മയ്യത്താണ്, മയ്യത്ത് എന്താണ്? ഇഹ്റാമിലാണുള്ളത്. അതുകൊണ്ട് പറഞ്ഞു ഇഗ്സിലു ബിമാഇൻ വസിദ്ർ, വെള്ളവും സിദറും കൊണ്ട് കുളിപ്പിച്ചോളൂ. വകഫിനുഹു ഫീ സൗബൈഹി, അവർക്കുള്ള മറ്റു പ്രത്യേകമായ ഒരു ഹുക്മാണ്. പുരുഷൻ ഇഹ്റാമിലാണ് മരണപ്പെട്ടത് എങ്കിൽ നമ്മൾ 3 തുണിയിലോ ഒന്നും പൂർണ്ണമായി നമ്മൾ നാട്ടിൽ സാധാരണ മരിച്ചാൽ ചുറ്റുന്നത് പോലെ ചുറ്റൂല. ഇഹ്റാമിന്റെ ഈ 2 വസ്ത്രത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? കഫൻ പുടവ ധരിപ്പിക്കുക. വലാ തുഹമ്മിറു റഅസഹു, തല മറക്കാൻ പാടില്ല. വലാ തുഹമ്മിറു റഅസഹു വലാ തുഹന്നിതുഹു, അതുപോലെ അത്തറൊന്നും പുരട്ടി കൊടുക്കാൻ പാടില്ല. ഈ മരിച്ച മയ്യിത്ത് ഇഹ്റാമിലാണെങ്കിൽ അത്തറൊന്നും പുരട്ടി കൊടുക്കാൻ പാടില്ല. ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ഖിയാമത്ത് നാളിൽ അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയത്ത് തൽബിയത്ത് ചൊല്ലുന്നവനായി, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന തൽബിയത്ത് ചൊല്ലുന്നവനായിട്ടാണ് ഇഹ്റാമിൽ മരണപ്പെട്ട വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ ഇഹ്റാമിലാണ്. അവനത്ര ആയിരക്കണക്കിന് വർഷം മണ്ണിനടിയിൽ ആണെങ്കിലും അതിനുശേഷം അവൻ ഇഹ്റാമിന്റെ അവസ്ഥയിൽ തുടരുകയാണ്. അവൻ അങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിന് സമാനമായ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, യുദ്ധത്തിലൊക്കെ മരണപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും സഹോദരങ്ങളെ കഫൻ പുടവ ധരിപ്പിക്കാറില്ല. അവർ ഏതൊരു വസ്ത്രത്തിലാണോ യുദ്ധത്തിൽ മുറിഞ്ഞ് രക്തം വാർന്ന ഒലിക്കുന്ന രൂപത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുളിപ്പിക്കാതെ, അതുപോലെ തന്നെ ആ വസ്ത്രം ചേഞ്ച് ചെയ്യാതെ അങ്ങനെ തന്നെ ഖബറിലേക്ക് വെക്കുകയാണ് ചെയ്യുക. കാരണം ഹദീസിൽ കാണാൻ സാധിക്കും, ഖിയാമത്ത് നാളിൽ അവന്റെ രക്തം ഒലിക്കുന്ന അവസ്ഥയിലായിരിക്കും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ആ രക്തത്തിന്റെ മണം അത് നല്ല മിസ്കിന്റെ നല്ല മണമായിരിക്കും ഉണ്ടാകുക. കസ്തൂരിയുടെ മണമായിരിക്കും ആ രക്തത്തിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുണ്ട്. സമാനമായ മറ്റൊരു സംഭവം പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടെ സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു നിലക്കും സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് പുരുഷന്മാർക്കാണ് പ്രത്യേകം പറയുന്നത്. കാരണം സ്ത്രീകളോട് നമ്മൾ ഇനി ഇഹ്റാമിന്റെ ഒരു വിഷയമായിട്ട് പറയേണ്ടതില്ലല്ലോ. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 4 ആൾ കൂടുന്നിടത്ത്, അന്യപുരുഷന്മാരുള്ള സ്ഥലത്ത് അവർക്ക് പുറത്തേക്ക് മണം വരുന്ന ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്ത് ക്രീമാണെങ്കിലും, എന്ത് അത്തറാണെങ്കിലും, എന്ത് സ്പ്രേ ആണെങ്കിലും അത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പുരുഷന്മാരുടെ വിഷയത്തിൽ പ്രത്യേകം പറയുന്നത്. എന്ന് അദ്ദേഹം ഹദീസിൽ കാണാം. വലിൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ റിവായത്തിലുണ്ട്, വലാ തൻതഖിബിൽ മർഅ വലാ തൽബിസിൽ ഖുഫാസൈൻ, സ്ത്രീകൾക്ക് മാത്രമായി ചെയ്യാൻ പറ്റാത്ത 2 കാര്യം. 1 നിഖാബ് ധരിക്കുക, 2 കയ്യുറ ധരിക്കുക. ഇത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തിന്റെ വസ്ത്രമായ, അതായത് മുഖത്തിനേക്ക് മാത്രമായി ഉണ്ടാക്കിയ വസ്ത്രമായ നിഖാബ് അത് പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ഒരിക്കലും എന്തു പറഞ്ഞിട്ടില്ല? അവിടുന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല മുഖം മറക്കാൻ പാടില്ല എന്നുള്ളത്. എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഹദീസിൽ നമുക്ക് മുഖം മറക്കാൻ പാടില്ല എന്ന് കാണാൻ സാധിക്കുകയില്ല. ഹദീസിൽ വന്നിട്ടുള്ളത് നിഖാബ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത്രയേ മനസ്സിലാക്കേണ്ടതുള്ളൂ. നിഖാബ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അതാണ് നമുക്ക് സഹാബികളുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടരുമൊക്കെ തവാഫ് ചെയ്യുന്ന സമയത്ത് അവർ പറയുകയാണ്, അന്യപുരുഷന്മാരായ ചിലർ അവരുടെ ഭാഗത്തോടുകൂടി കടന്നുപോയി. ഉടനെ തന്നെ അവരുടെ തലയിൽ നിന്നും മാറിടത്തിലേക്ക് എന്ത് ചെയ്തു? അവരുടെ തട്ടം താഴ്ത്തിയിട്ടു. നിക്കാബല്ല, തട്ടം താഴ്ത്തിയിട്ടു, മുഖം കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്തുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, നിക്കാബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുഖം മറക്കാൻ പാടില്ല എന്നല്ല. മുഖം മറക്കുക എന്നുള്ളത് നേരത്തെ അലർജിയുള്ള ആളുകൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ചും ഇത്തരം സന്ദർഭങ്ങളിൽ അവരാണ് ആ ഗ്രൂപ്പിന്റെ അമീർ എങ്കിൽ അത് വലിയ ഗൗരവത്തിലൊക്കെ പറയും. അത് ശരിയല്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരുണ്ടാകുന്ന സാഹചര്യത്തിൽ, ഹജ്ജിലാകട്ടെ ഉംറയിലാകട്ടെ എവിടെയാകട്ടെ, മുഖം തുറന്ന് കാണിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നിക്കാബ് അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഷാള് കൊണ്ടോ മറ്റോ ഒക്കെ തലയിൽ പിന്നോ മറ്റോ ഒക്കെ കുത്തി താഴേക്ക് ഇടുന്ന രൂപത്തിലേക്ക് ധരിക്കാവുന്നതാണ്. ആ രൂപത്തിൽ ധരിക്കാവുന്നതാണ്. എന്നാൽ അന്യപുരുഷന്മാരില്ലാത്ത സമയത്ത് അതുകൂടി ഒഴിവാക്കുകയാണ് നല്ലത്. ഉദാഹരണത്തിന് റൂമിലേക്ക് എത്തിയാൽ
അങ്ങനെ. എന്നാൽ അന്യപുരുഷന്മാരിന്ന് പ്രത്യേകിച്ചും പറയേണ്ടതില്ല. തവാഫ് ചെയ്യുമ്പോൾ അന്യപുരുഷന്മാരില്ലാത്ത ഒരവസ്ഥ ഇല്ല. അപ്പൊ പഴയ കാലത്ത് അങ്ങനെയല്ല. അതിലിപ്പോ ഒരുപാട് കാലപ്പഴക്കമൊന്നും പോകണ്ട. ഒരു 50 വർഷമൊക്കെ മുമ്പ് പോയാലൊക്കെ ആളുകൾ പറയുന്ന, കപ്പലിലൊക്കെ പോയ ആളുകളുടെ അനുഭവത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. നമ്മളെ ഇന്നത്തൊക്കെ മസ്ജിദൊക്കെ പോലെയാണ്. ഏഷ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഹറമിലൊന്നും ആരും ഉണ്ടാവില്ല. അവിടെ ലൈറ്റൊക്കെ ഓഫാക്കി എല്ലാം കഴിഞ്ഞു. കാരണം അന്ന് ഇനി വേറെ ആരും വരാനൊന്നുമില്ല. ഇങ്ങനെ അടുത്ത ഉംറ ബസ്സോ ഫ്ലൈറ്റോ ഒന്നും വരാനില്ല. കപ്പലിലൊക്കെ വന്ന് ഒരു മാസം മുമ്പ് വന്നൊരു ടീം ഇറങ്ങി, അടുത്ത ആൾ വന്നു. അപ്പൊ അങ്ങനെ കുറച്ചേ ഉണ്ടോ. ഏഷാക്ക് ശേഷമൊന്നും അങ്ങനെ ആൾക്കാരെ തിരക്ക് കൂട്ടി അങ്ങനെ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ അന്ന്, അതായത് അന്യപുരുഷന്മാരില്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് സുഖമായിട്ടത് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഏത് നേരം പോയാലും, രാത്രിയുടെ ഏത് അന്ത്യാമങ്ങളിൽ പോയാലും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിഖാബ് അല്ലാത്ത മറ്റെന്തെങ്കിലും കൊണ്ട് മുഖം മറയുന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രവൃത്തിയിൽപ്പെട്ടതാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പ്രവൃത്തിയിൽ പെട്ടതാണ്. ഫഹ്മു സലഫാണ്. അതുകൊണ്ട് മൻഹജു സലഫ് മനസ്സിലാക്കുന്ന ആളുകൾ സഹാബികളുടെ പ്രവൃത്തി ഈ വിഷയത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതല്ലാതെ നിക്കാബ് പാടില്ല എന്ന് വിചാരിച്ചിട്ട് മുഖം തുറക്കണം എന്ന് പറയലല്ല. ചില ആളുകൾ അത് അങ്ങനെ ആരെങ്കിലുമൊക്കെ മുഖം മറച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധപൂർവ്വം ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട്. നിക്കാബ് മാത്രമാണ് ഒഴിവാക്കേണ്ടത്, മുഖം മറക്കുന്നത് ഒഴിവാക്കേണ്ടതില്ല. വല തൽബിസുൽ കുഫാസൈൻ, അതേപോലെ കയ്യുറ ഉപയോഗിക്കാൻ പാടില്ല. കയ്യുറ ഉപയോഗിക്കാൻ പാടില്ല. ഇതിനെ അക്കലിയായിട്ട് ബുദ്ധിപരമായി പറയണമെങ്കിൽ സഹോദരങ്ങളെ, തലക്ക് ഉപയോഗിക്കുന്ന തൊപ്പി ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ കുട പിടിക്കുന്നത് കുഴപ്പമുണ്ടോ? കുട പിടിച്ചാലും തലമറിയില്ലേ? ഇപ്പൊ വെയിൽ തട്ടാന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരാൾ കുട പിടിച്ചു എഹ്റാമിലുള്ള, അപ്പൊ അയാളുടെ തല മറച്ചു എന്ന് പറയോ? ഇല്ല, തല മറിച്ചിട്ടില്ല. എന്നാൽ തലക്ക് ചൂടേകാതിരിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കുട ഉപയോഗിക്കുന്നുണ്ട്. അത് തെറ്റാണോ? ഇല്ല, ഒരാളും തെറ്റാന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ കാല്, അതിൽ സോക്സ് ഇടാൻ പാടില്ല. നല്ലൊരു തുണി എടുത്തിട്ട് നമ്മളെ കാലിന്റെ മുകളിൽ വന്നാലോ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ തുണി അത് കാലിൽ മൂടിയാലോ? ഒരു കുഴപ്പമുള്ള കാര്യമല്ല. അത് കുഴപ്പമുള്ള കാര്യമല്ല, മനസ്സിലാക്കാൻ. അതുപോലെ കൈയുറ ധരിക്കാൻ പാടില്ല. എന്നാൽ കൈ രണ്ടും അവരുടെ സലഫി തട്ടത്തിന്റെ ഉള്ളിലേക്ക് സ്ത്രീ വെച്ചാലോ, കൈ കാണാതിരിക്കാൻ യാതൊരു കുഴപ്പമില്ല. കാരണം കയ്യുറ ധരിക്കാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പുരുഷന്മാരോട് സിർവാൽ ഇടാൻ പാടില്ല എന്നാ പറഞ്ഞത്, അതല്ലാതെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നല്ല. സിർവാൽ ഇടാൻ പാടില്ല, എന്നാൽ തുണിയിടാം. മറയുന്നുണ്ടല്ലോ, അപ്പോഴും മറയുന്നുണ്ട്. അപ്പൊ കാലിന് ആകൃതി കാണുന്ന സിർവാൽ ഉപയോഗിക്കാൻ പാടില്ല. സിർവാൽ കാലിൻ്റെതായ വസ്ത്രമാണ്, അത് വേണ്ട. മറിച്ച് തുണി ഉപയോഗിച്ചാൽ മതി, ഇസാർ ഉപയോഗിച്ചാൽ മതി, അതാണ് പറഞ്ഞത്. മറിച്ച് ഇസാർ ഉപയോഗിച്ചാൽ മതി. ഇനി ശരീരത്തിന്റെ മാത്രമായിട്ടുള്ള വസ്ത്രമാണ് ഖമീസ് എന്ന് പറയുന്നത്, അത് വേണ്ട. മറിച്ച് അവിടെ റിദാ ഉപയോഗിച്ചാൽ മതി. അതേപോലെ തന്നെ മുഖത്തിന്റെ മാത്രം വസ്ത്രമാണ് നിഖാബ്, അത് ഉപയോഗിക്കേണ്ടതില്ല. മറിച്ച് അന്യപുരുഷന്മാരുണ്ടെങ്കിൽ അത് മുഖം അവർക്ക് കൂട്ടാവുന്നതാണ്. കാരണം ചിലർ പറയും ഹജ്ജിന്റെ വേളയിൽ പോലും മുഖം മറക്കേണ്ടതില്ല, അപ്പോഴാണ് പിന്നെ അതല്ല ഏറ്റവും വലിയ ഇബാദത്തിന്റെ. ഒരു തീരെ ബുദ്ധിയില്ലാത്ത ആളുകളാണ്. കാരണം ഈ ഹദീസിൽ പറയുമ്പോൾ തന്നെ മനസ്സിലായിക്കോട്ടെ സ്ഥിരമായിട്ട് അവിടെ നിക്കാബ് ഇടണം. ഇനിയിപ്പോൾ അത് പാടില്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് മനസ്സിലായിക്കൂടെ. അപ്പോൾ സഹാബി സ്ത്രീകളൊക്കെ നിക്കാബ് ഇടുന്നവരാണ്. അല്ല, നിക്കാബിനോട് അലർജിയുള്ള ചില വിഭാഗങ്ങളുണ്ടല്ലോ, അപ്പൊ അവർ പറയും ഈ രൂപത്തിൽ. അപ്പൊ അവർക്ക് ഈ ഹദീസ് മനസ്സിലായിക്കോട്ടെ. വലാ തൻതഖിബിൽ മർഅ എന്ന് പറഞ്ഞാൽ നിക്കാബ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നിക്കാബ് നിഷിദ്ധമാണെന്നല്ലോ, ഇഹ്റാമിൽ ഉപയോഗിക്കരുന്നല്ലേ. അപ്പൊ അല്ലാത്ത സമയത്തൊക്കെ സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത്. ചില ആളുകൾക്ക് അങ്ങനെയല്ല, നിക്കാബ് സുരക്ഷയല്ല അരക്ഷയാണ് എന്നാണ് ചിലർ എഴുതി വെച്ചിട്ടുള്ളത്. ഷബാബിൽ 2 മാസം മുമ്പ് എഴുതി വെച്ചിട്ടുള്ളത് താനിച്ച കുഫറിനോട് സാദൃശ്യമുള്ള വാക്കുകളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ശരിയേ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഹദീസിൽ ഉള്ള ഫായിദകൾ: ഒന്ന്, അൽ ഫായിദത്തുൽ ഊല അന്ന മിൻ മഹ്ദൂറാത്തിൽ ഇഹ്റാം ലുബ്സു ഹാദിഹിൽ അഷ്യാഇൽ ഖംസ അലർ റിജാലി, പുരുഷന്മാർക്ക് ഈ 5 കാര്യങ്ങളും ധരിക്കാൻ പാടില്ല. അമ്മ നിസാ, സ്ത്രീകൾ ഫയജൂസു അൻ തൽബസ മിന സിയാബി മാ ഷാഅത്, എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉദ്ദേശിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റും. ഇല്ല അന്നഹ ലാ തതബറജു ബിസ്സീന, എന്നാൽ അതൊരു സീനത്ത് കാണിക്കുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. അത് വ്യക്തമാണല്ലോ. ചുരിദാർ ഇട്ടിട്ട് എഹ്റാമിലേക്ക് വരാൻ പാടില്ല, കാരണം സീനത്ത് കാണിക്കുന്ന വസ്ത്രമാണ്. അത് വീട്ടിൽ മാത്രം, അന്യപുരുഷന്മാരുണ്ടാകുന്ന സ്ഥലത്ത് പാടില്ല. അതല്ലാത്ത സാധാരണ ഉപയോഗിക്കുന്ന പർദ്ദ. വല തത്തയ്യം, അതുപോലെ അവർക്ക് എന്ത് ചെയ്യാനും പാടില്ല, അത്തർ ഉപയോഗിക്കാനോ സുഗന്ധം പൂശാനോ പാടില്ല. അത് എപ്പോഴും അവർക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാടില്ലാത്ത കാര്യമാണ്. ഇനി ഈ പറയുന്ന മഹ്ദൂറാത്തുൽ ഇഹ്റാം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് വിചാരിക്കുക, എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഒരാടിനെ അറുത്ത് വിതരണം ചെയ്യുക, അതല്ലെങ്കിൽ 3 ദിവസം നോമ്പെടുക്കുക, അതല്ലെങ്കിൽ 6 മിസ്കീന് അര സാ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഓപ്ഷൻ, അതായത് നമ്മൾ ഒന്നുകിൽ എന്താ ചെയ്യുക, പാൻ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാമെന്നല്ല, മറിച്ച് നമുക്ക് നിർവാഹമില്ലാതെ നമുക്ക് ഇതിൽ പറയുന്ന മഹ്ദൂറാത്തുൽ ഇഹ്റാം എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്.
രണ്ടാമത്തെ ഫായിദ അന്ന മിൻ മഹ്ദൂറാത്തിൽ ഇഹ്റാം, ഇതിൽ പറയാത്തൊരു മഹ്ദൂറാത്തുൽ ഇഹ്റാമാണ് ഹൽഖുർ റഅസ്, തല വടിക്കുക എന്നുള്ളത് പാടില്ല. തലയിൽ നിന്ന് വടിക്കാനോ പാടില്ല, മുടിയെടുക്കാനോ പാടില്ല. നമ്മൾ തഹല്ലുലാകുമ്പോഴാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഹജ്ജിലാണെങ്കിൽ അത്തഹല്ലുലുൽ അവൽ, ഒന്നാമത്തെ തഹല്ലുലാകുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ദുൽഹിജ്ജ 10 അവർക്ക് ഇനി മുടിയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഉംറയിലാണെങ്കിൽ പൂർണ്ണമായി ഉംറയിൽ തവാഫും സഈ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് തലയിൽ നിന്ന് മുടിയെടുക്കാനോ അല്ലെങ്കിൽ വടിക്കാനോ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഹ്ലിഖൂ റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദ്യു മഹില്ല. ഹദി അതിന്റെ സ്ഥാനത്ത്, അത് ഹജ്ജിന്റെ വിഷയത്തിലാണ്, അവിടെ എത്തുന്നത് വരെ, അതായത് ദുൽഹിജ്ജ 10 അറവ് ജംറയിൽ വെച്ച് മിനയിൽ വെച്ച് നടക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, തല വടിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഉംറയിലാണെങ്കിൽ തവാഫും സഈയും ശേഷമല്ലാതെ വടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്താലോ, വലാ തഹ്ലിഖൂ റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദ്യു മഹില്ല ഫമൻ കാന മിൻകും മരീളൻ, എന്നാൽ ഒരാൾക്ക് രോഗമുണ്ടായി, ഔ ബിഹി അദം മിർ റഅസിഹി, ഇതൊരു സഹാബിയുടെ വിഷയത്തിൽ ഇറങ്ങിയതാണ്, പക്ഷേ അത് പിന്നീട് ഉമ്മത്തിന് എല്ലാവർക്കും നിയമമായി. ഒരു സഹാബിയുടെ വിഷയത്തിൽ ഇറങ്ങുകയും ഉമ്മത്തിന് എല്ലാവർക്കും നിയമമാവുകയും ചെയ്തു. കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹുദൈബിയ സന്ധിയുള്ള ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഉംറ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു. അവർക്ക് ഉംറ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ തലയിൽ ഒരുപാട് പേന് വർദ്ധിച്ചു. അതായത് തലയിൽ എന്തോ നേരത്തെ പ്രശ്നമുണ്ട്. യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ പേനൊക്കെ വർദ്ധിച്ചു. മുഖത്തേക്ക് വരെ പേന് വരുന്ന അവസ്ഥ കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹു ഉണ്ടായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രയാസം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴപ്പമില്ല, നീ തല വടിച്ചോളൂ. പേന് വന്നാൽ അതാണ് ചെയ്യാറുള്ളത് പൊതുവെ, തല വടിച്ചോളൂ, കുഴപ്പമില്ല. പകരം എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലാഹു തആല അപ്പോഴാണ് ആയത്തിറക്കിയത്, ഫമൻ കാന മിൻകും മരീദൻ ഔ അദാ ബിഹി ഔ അദം ഔ ബിഹി അദം ബിഹി മിർ റഅസി, അല്ലെങ്കിൽ ആർക്കെങ്കിലും രോഗമോ അല്ലെങ്കിൽ തലയിൽ വല്ല പ്രശ്നമോ വന്നാൽ ഫഫിദിയത്തും മിൻ സിയാമിൻ, ഒന്നുകിൽ നോമ്പെടുത്താൽ മതി, ഔ സദഖത്തിൻ, അല്ലെങ്കിൽ സദഖ എടുത്താൽ മതി, ഔ നുസുക്, അല്ലെങ്കിൽ അറവ് നടത്തിയാൽ മതി. ഹദീസിലാണ് അതിന് വിശദമായി വന്നത്. നമുക്കറിയാമല്ലോ, ഖുർആനിൽ പൊതുവെ പൂർണ്ണമായ എല്ലാ നിയമങ്ങളും അത് വ്യക്തമാക്കി പറയാറില്ല. ഹദീസാണ് അത് വ്യക്തമാക്കി പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ സൗം ഉദ്ദേശിക്കുന്നത് 3 ദിവസത്തെ നോമ്പാണ്. അതുപോലെ തന്നെ സദഖ എന്ന് പറയുന്നത് 6 മിസ്കീനാണ് സദഖ കൊടുക്കേണ്ടത്. നിസ്ഫു സാ ആണ്, അര സാ ആണ് കൊടുക്കേണ്ടത്. അതുപോലെ ആടിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ സാധാരണ ഉദ്ഹിയ്യത്തിനൊക്കെ തിരഞ്ഞെടുക്കുന്ന പ്രായമെത്തിയ 1 വയസ്സ് പ്രായമെത്തിയ ആടാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് അർത്ഥം അവിടെ വിതരണം ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ. അപ്പോൾ അതാണ് ആ മസലയുമായി ബന്ധപ്പെട്ട വിഷയം. ഇനി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പൊതുവായിട്ടുള്ള ഖായിദ പറയാണ്, ഈ പറയുന്ന ഏതൊരു മഹ്ദൂറാത്തുൽ ഇഹ്റാമും ഒരാൾ മറന്നുകൊണ്ട് ചെയ്താൽ അത് യാതൊരു കുഴപ്പമില്ല. ഉദാഹരണത്തിന് അയാൾ മറന്നുപോയിട്ട് അയാൾ പെട്ടെന്ന് സ്പ്രേ അടിച്ചു പോയി, അപ്പോഴാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അത്ര ഇരട്ടിപ്പോയി, മറന്നുപോയതാണ്. എന്ത് ചെയ്യണം? ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒഴിവാക്കുക. കഴുകി കളയാൻ പറ്റുന്നതാണെങ്കിൽ കഴുകി കളയാം. ഇഹ്റാമിന്റെ ഒരു വസ്ത്രത്തിന്റെ ഭാഗത്ത് സ്പ്രേ അടിച്ചു, അത് നേരെ വെള്ളത്തിലേക്ക് ഇതാക്കിയാൽ അതിന്റെ മണം നമുക്ക് ഇതാക്കാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരാൾ പാൻറ് അറിയാതെ ധരിച്ചുപോയി, ചില ആളുകൾക്ക് അറിയില്ല പുരുഷന്മാർക്ക് അടിവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ധരിച്ചുപോയി, ഹുക്കും അറിഞ്ഞ ഒരാൾ പറഞ്ഞ പാടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് പോയി അയച്ചു വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്താന, അല്ലാഹുവേ ഞങ്ങൾ വല്ലതും മറന്നുപോയാൽ, അബദ്ധം സംഭവിച്ചാൽ നീ ഞങ്ങളെ പിടികൂടരുതേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു അത് പിടികൂടുകയില്ല. മറന്നുകൊണ്ടാണ് ഒരാൾക്ക് അത് സംഭവിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്നാണ്. അടുത്ത ഹദീസ്, عن عبد الله بن عباس رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يخطب بعرفات. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അറഫയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. കഴിഞ്ഞ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ രണ്ട് ഹദീസിന്റെയും സമയം പറയാനുള്ള കാര്യം, ആ ഹദീസ് മുത്തഖദ്ദിമാണ്, ആദ്യം ഇറങ്ങിയ വഹിയാണ്. ഇത് മുത്തഅഖിറാണ്, പിന്നീട് ഇറങ്ങിയ വഹിയാണ്. നസ്ഖ് ചെയ്യുമ്പോൾ, ദുർബലപ്പെടുത്തുമ്പോൾ ഏതാണ് പിന്നീട് വന്ന നിയമം എന്നുള്ളത് ശരിക്കും പരിശോധിക്കാറുണ്ട്. ഈ ഹദീസ് പിന്നീട് വന്നതാണ്. ആ ഹദീസിൽ ഒരുപാട് സ്വഹാബികളെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ ലം യജിദ് നഅലൈൻ, ആർക്കെങ്കിലും ചെരുപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഫയൽബസിൽ ഖുഫൈൻ, അവൻ ഷൂസ് ധരിച്ചോട്ടെ. വമൻ ലം യജിദ് ഇസാറൻ, ആർക്കെങ്കിലും ഇസാർ തുണി ലഭിച്ചിട്ടില്ലെങ്കിൽ, അതായത് ലുങ്കി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇഹ്റാമിൽ ഉപയോഗിക്കുന്ന, ഫൽയൽബസിസ് സറാവീൽ, അവൻ സിർവാൽ ഉപയോഗിച്ചോളട്ടെ ലിൽ മുഹ്രിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഖുഫയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ മുകൾ ഭാഗം മുറിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. മുകൾ ഭാഗം മുറിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നിന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പോലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ആദ്യത്തെ ഹദീസിന്റെ ആ ഭാഗം നസ്ഖ് ചെയ്യപ്പെട്ടു, ദുർബലപ്പെട്ടു. അപ്പോൾ ആദ്യത്തിൽ മുറിക്കാൻ പറഞ്ഞു, പിന്നീട് അതെന്ത് പറഞ്ഞു? മുറിക്കേണ്ടതില്ല. നമുക്ക് ചെരുപ്പ് ഇല്ലെങ്കിൽ ഷൂസ് ഇട്ടിട്ടും നമുക്ക് തവാഫും ഹജ്ജ് എന്തൊക്കെ ഉംറയൊക്കെ പൂർത്തിയാക്കാം, ഹജ്ജൊക്കെ പൂർത്തിയാക്കാം. അതുകൊണ്ട് യാതൊരു കുഴപ്പം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ أن تلبية رسول الله صلى الله عليه وسلم لبيك اللهم لبيك
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക قال وكان عبد الله بن عمر يزيد فيها لبيك لبيك وسعديك والخير بيديك والرغباء إليك والعمل ഇതാണ് വന്നിട്ടുള്ളത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് തന്നെ. അപ്പോൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൽബിയത്താണ്, എന്തായിരുന്നു അവിടെ തൽബിയത്തായി ചൊല്ലിയത് എന്നാണ് പറയുന്നത്. ലബ്ബൈക്ക് ലബ്ബൈക്ക് എന്നുള്ള വാക്ക് ഇജാബത്തൻ ലക ബഅദ ഇജാബത്ത്, ഞാൻ ഇതാ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഹജ്ജിനുള്ള അല്ലെങ്കിൽ ഉംറക്കുള്ള ഒക്കെ നമ്മുടെ ഉത്തരം ചെയ്യലാണ് നമ്മൾ ലബ്ബൈക്ക് എന്ന് പറയാം. ഒരാൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ നമ്മൾ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ ഞാനിതാ വരികയാണ്, ഉത്തരം ചെയ്യുന്ന ഒരു രീതി വാക്കാണത് ലബ്ബൈക്ക് എന്ന് പറയുന്നത്. ഒരാൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം, നീ അവിടെ ഉണ്ടോ, ലബ്ബൈക്ക് ഞാൻ ഉണ്ട്, ഞാനിതാ റെഡിയാണ്, ഉത്തരം ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുന്ന വാക്കാണ് ലബ്ബൈക്ക് എന്ന് പറയുന്നത്. അള്ളാഹു ഞാനിതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ആവർത്തിച്ച് പറയണം, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹു ഞാനിതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക്ക്, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയുകയാണ്. നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, നിന്റെ ഉലൂഹിയത്തിലുമില്ല, റുബൂബിയത്തിലുമില്ല, നിന്റെ അസ്മാ സിഫാത്തിലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രമായിട്ട് ലഭിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും അവന് യാതൊരു പങ്കുമില്ല. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന ആരുമില്ല. അള്ളാഹു താലയോട് മാത്രമേ ഇബാദത്തുകൾ അർപ്പിക്കാൻ പറ്റൂ, അതിന് യാതൊരു പങ്കാളിയും നിനക്കില്ല. അതിനുശേഷം നമ്മൾ റബ്ബിനോട് പറയാണ്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്, ഇന്നൽ ഹംദ വന്നിഅമത്, തീർച്ചയായും അൽ ഹംദ് മുഴുവൻ സ്തുതിയും അതുപോലെ തന്നെ മുഴുവൻ അനുഗ്രഹങ്ങളും അത് നിനക്കാണ്, നിന്നിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന എല്ലാ നിഅമത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് എന്ന് നമ്മളവിടെ വിനയപൂർവ്വം പറയുകയാണ്. നമ്മുടെ വേഷം തന്നെ, ഇഹ്റാമിന്റെ വേഷം തന്നെ സഹോദരങ്ങൾ, ഒരു ഫക്കീറിന്റെ പോലത്തെ വേഷമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തവാദുഇന്റെ, വിനയത്തിന്റെ വസ്ത്രമാണ് നമുക്കവിടെ അണിയാൻ പറഞ്ഞിട്ടുള്ളത്. ആ വസ്ത്രത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ അങ്ങേയറ്റത്തെ വിനയം അള്ളാഹുവിനെ കാണിക്കുന്ന രൂപത്തിലെ വാക്കുകളാണെന്ന് പറയുന്നത്. ഇന്നൽ ഹംദ, മുഴുവൻ സ്തുതിക്ക് അർഹനീയാണ്. കാരണം വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നമുക്ക് ഏതൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹവും ഇല്ല. അതേ നിൽക്കാൻ ഇപ്പോൾ ഒരാൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വേറെ ആരെങ്കിലുമൊക്കെ മനുഷ്യന്മാർ വന്ന് സഹായിക്കാറുണ്ട്. അത് അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് തോന്നിച്ചത് കൊണ്ടാണ് അയാൾ നമ്മളിലേക്ക് വന്നത്. അള്ളാഹു തോന്നിച്ചത് കൊണ്ട് വന്നതാണ്. അപ്പൊ അള്ളാഹു ചിലപ്പോൾ നമുക്ക് നേരെ തരുന്ന ചില നിഅമത്തുകളുണ്ട്, മഴ പോലെ, അങ്ങനെയുള്ള ഒരുപാട് റിസ്കുകൾ. ഇനി അള്ളാഹു മറ്റു മനുഷ്യരിലൂടെ നമുക്ക് നൽകുന്ന നിഅമത്തുകളുണ്ട്. എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. حي على الصلاة، حي على الصلاة، حي على الفلاح، حي على الفلاح. الله أكبر، الله أكبر، لا إله إلا الله. ഇന്നൽ ഹംദ വന്നിഅമത ലക്, മുഴുവൻ സ്തുതിയും അതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുള്ളതാണ്, നിന്നിൽ നിന്നാണ് ലഭിക്കുന്നത്. വൽ മുൽക്ക്, അതുപോലെ അധികാരവും ഉടമസ്ഥാവകാശവും മുഴുവനും നിനക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് ദുനിയാവിലും ആഖിറത്തിലൊക്കെ
മുഴുവൻ ഉടമസ്ഥതയും റബ്ബിൻ്റെതാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ എന്നും ഫാത്തിഹയിൽ പറയുന്നുണ്ട്. കാരണം പ്രതിഫല ദിവസത്തിലാണ്, ഖിയാമത്ത് നാളിലാണ് അള്ളാഹുവിൻ്റെ ഉടമസ്ഥത മുഴുവൻ മനുഷ്യർക്കും, അവനെ ധിക്കരിക്കുന്നവർക്കും വഴിപ്പെട്ടവർക്കും ഒക്കെ ബോധ്യപ്പെടുന്നത് അന്നാണ് എന്നാണ്. അപ്പം അത് നമ്മൾ അള്ളാഹു താലയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. സഹോദരങ്ങളെ, തൗഹീദിന്റെ വാക്കാണ് തൽബിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ വാക്കുകൊണ്ട് തൽബിയത്ത് ചൊല്ലി എന്നാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ സുദീർഘമായ ഹജ്ജിന്റെ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അഹല്ല തൗഹീദ്, തൗഹീദ് കൊണ്ട് അവിടുന്ന് തൽബിയത്ത് ചൊല്ലി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വർദ്ധിപ്പിക്കുമായിരുന്നു, ലബ്ബൈക വസഅദൈക വൽ ഖൈറു ബിയദൈക വറഗ്ബാഉ ഇലൈക വൽ അമൽ. അല്ലാഹുവേ, മുഴുവൻ സൗഭാഗ്യവും നന്മകളും എല്ലാം നിന്റെ കൈകൊണ്ടാണ്, നിന്നിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുപോലെ ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നിന്നിലേക്കാണ് ഞങ്ങൾ അർപ്പിക്കുന്നത് എന്നുള്ളത് തൗഹീദിന്റെ വാക്കുകൾ കൂടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാണ്. അദ്ദേഹം സുന്നത്തിൽ നിന്ന് വ്യതിചലിച്ച് സ്വന്തമായി കണ്ടുപിടിച്ചതല്ല, മറിച്ച് അത് തെറ്റില്ല എന്ന് കണ്ടതുകൊണ്ടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലാണ് അവർ അത് ചൊല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ചൊല്ലുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിർത്തി അവിടെ നിർത്തേണ്ട ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. എത്രത്തോളം യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ചെടുത്ത് വിശ്രമിക്കാനും നടന്നെടുത്ത് നടക്കാനും ഒക്കെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ഇനി സഹോദരങ്ങളെ, ഇഹ്റാമിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്തൊരു തൽബിയത്ത് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ഉംറക്കാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലെങ്കിൽ ലബ്ബൈക ഉംറത്തൻ. ഹജ്ജിനാണെങ്കിൽ ലബ്ബൈക ഹജ്ജൻ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ നമ്മൾ എന്തായാലും തമത്തു ആയ ഹജ്ജിന്റെ രീതിയാണ് സ്വീകരിക്കുക. അഥവാ ആദ്യം ഉംറ ചെയ്യുക. നമ്മൾ ഇവിടുന്ന് കെട്ടുന്ന ഇഹ്റാം ഉംറക്കാണ്, ഹജ്ജിനല്ല. ഇവിടുന്ന് ഉംറ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുക, മക്കത്തെത്തി നേരെ ഉംറ ചെയ്തു. പിന്നീട് തഹല്ലുലായി നമ്മൾ എന്ത് ചെയ്യും? എത്ര ദിവസമാണോ അവിടെ ഉണ്ടാവുക അത്രയും ദിവസം കാത്തുവെക്കും. ഉദാഹരണത്തിന് ദുൽഖഅദ മുതൽ പോകാൻ തുടങ്ങും. ദുൽഖഅദ 20 ഒരാൾ പോയി എന്ന് വിചാരിക്കുക, 21 തന്നെ അയാളുടെ ഉംറയൊക്കെ കഴിയും. അതിനുശേഷം തഹല്ലുലായി. പിന്നെ ദുൽഹിജ്ജ് 8-നാണ് അയാൾ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്. അത്രയും ദിവസം അയാൾ തമത്തു ആണ്, അയാൾക്ക് സാധാരണ ആസ്വാദനങ്ങളൊക്കെ എല്ലാം അനുവദനീയമായ കാര്യമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പറയുന്ന ആദ്യത്തെ ലബ്ബൈക, അത് ലബ്ബൈക ഉംറത്തൻ എന്നായിരിക്കും. ലബ്ബൈക ഉംറത്തൻ എന്നായിരിക്കും. ഫ്ലൈറ്റിൽ പോകുന്ന ആൾ ഫ്ലൈറ്റ് എന്ന് പറയേണ്ടത് ലബ്ബൈക ഉംറത്തൻ എന്നാണ്. ഹജ്ജ് അവിടെ പറയേണ്ടതില്ല. ഹജ്ജ് മക്കത്ത് ദുൽഹിജ്ജ് 8-ന് അതാത് വാസസ്ഥലങ്ങളിൽ നിന്നും റൂമിൽ നിന്നും നമ്മൾ ഹജ്ജിന് വേണ്ടി ഹറാം കെട്ടുമ്പോൾ ലബ്ബൈക ഹജ്ജൻ എന്ന് പറയാണ് ചെയ്യുക. എന്നാൽ ഉംറയും ഹജ്ജും ഒരുമിച്ച് ചെയ്യുന്ന ആളുകൾ ലബ്ബൈക ഹജ്ജൻ വ ഉംറ എന്ന് പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവെ അതില്ലാത്തതുകൊണ്ടാണ് ആ വിഷയം പറയാത്തത്. അപ്പൊ നമ്മൾ മീഖാത്തിൽ വെച്ചിട്ട് നമ്മൾ നീയത്ത് മനസ്സിൽ കരുതിയതിന് ശേഷം, എല്ലാ ഒരുക്കങ്ങളും നടത്തിയതിന് ശേഷമാണ് നമ്മൾ വാഹനത്തിൽ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യാം? ലബ്ബൈക ഉംറത്തൻ എന്ന് പറയും. അത് പറഞ്ഞതോടുകൂടി നമ്മൾ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയത് പോലെയാണ്. പിന്നെയാണ് നമുക്ക് ഈ മഹദൂറാത്തുൽ ഇഹ്റാം ഒക്കെ ബാധകമാകുന്നത്. നേരത്തെ ധരിക്കാൻ പാടില്ല ഒക്കെ പറയുന്നതൊക്കെ അവിടെ നിന്ന് അങ്ങോട്ടാണ് എന്ന് പ്രത്യേകം സഹോദരങ്ങളെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ചില മസ്അലകൾ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നുണ്ട്, നമുക്ക് ഉപയോഗപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ഒരാൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു. പക്ഷെ മക്കയിലെത്തിയ സമയത്ത് ഭയങ്കരമായ ക്ഷീണം വന്നു, പ്രയാസം വന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക? ഉംറ അത് പൂർത്തിയാക്കുകയാണോ അതല്ല എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. അദ്ദേഹം പറയുന്നു, ഒരു സുന്നത്തായ കർമ്മം ആരംഭിച്ചാൽ പൂർത്തിയാക്കൽ നിർബന്ധമായിട്ടുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന് ഉംറ, 2 ഹജ്ജ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജും ഉംറയും നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പൂർത്തിയാക്കണം. ഒരാൾ നിർബന്ധമായ ഉംറ അല്ല, എന്നാൽ പോലും ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അത് പൂർത്തിയാക്കൽ നിർബന്ധമായി. ഇഹ്റാമിൽ പ്രവേശിക്കൽ സുന്നത്തായിരുന്നു, കാരണം നിർബന്ധമായ ഉംറ അല്ല. പക്ഷേ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പകുതി വെച്ച് തിരക്കേണ്ട, ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നോട്ടടിക്കാൻ പാടില്ല. പൂർത്തിയാക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഉംറക്ക് പ്രവേശിക്കുന്ന സമയത്ത് വല്ല രോഗമോ മറ്റോ ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഇൻ ഹബസനി ഹാബിസുൻ ഫമഹല്ലി ഹൈസു ഹബസനി. എനിക്ക് വല്ല തടസ്സവും ബാധിച്ചാൽ ആ തടസ്സം ബാധിച്ചോടത്ത് ഞാൻ അവിടെ വരെ ഞാനുള്ളൂ എന്ന് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ഷർത്തോടു കൂടിയുള്ള ഒരു നിബന്ധനയോടുകൂടിയുള്ള ഒരു തൽബിയത്ത് പറയാൻ പറ്റും. അത് ശ്രദ്ധിക്കുക. ഇത് പറഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഉംറ ഒഴിവായാലും അതിന് പകരം അറവ് നടത്തേണ്ടി വരികയില്ല. അപ്പൊ എല്ലാവരും പറയണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു രോഗം ആയിട്ട് പോവാൻ, രണ്ടാലൊരു രീതിയിലൊക്കെ പോവാൻ, ചിലപ്പോൾ ഒരു തലയിറക്കം വന്ന് സൈഡാവാൻ ബുദ്ധിമുട്ടാവാനൊക്കെ സാധ്യതയുണ്ട് എന്നുണ്ടാൽ
നമ്മൾ പറയും ഹബസനി ഹാബിസ്, എനിക്ക് വല്ല എന്നെ ബാധിക്കുന്നതായ വല്ലതും വന്നാൽ ഫമഹല്ലി ഹൈസു ഹബസനി, എവിടെ വരാനുള്ളത് അവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിലോ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. തവാഫ് കഴിഞ്ഞു, ഇതിനൊന്നും കഴിയുന്നില്ല, ക്ഷീണിച്ചാടെ തളർന്നു വീണു, പൂർത്തിയാക്കാതെ അവർക്ക് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അതല്ല എങ്കിൽ നമ്മൾ അതിൻ്റെതായ കഫാറത്ത്, അറവ് നടത്തുക എന്നുള്ളത് ചെയ്യേണ്ടി വരും. അതാണ് സഹോദരങ്ങൾ ചെയ്യണം. ഇനിയിപ്പോൾ അതല്ല ഒരാൾക്ക് ഇരുന്നു കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യണം. ഞാൻ ഇരുന്നാണ് ഞാനില്ല എന്നൊന്നും തീരുമാനിക്കരുത്. ചിലർ പറഞ്ഞു ഞാൻ ചെയ്യുന്നുണ്ട് നിന്നിട്ടേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാനില്ല. അത് പാടില്ല. കാരണം നിൽക്കാൻ പറ്റൂലെങ്കിൽ ഇരുന്നിട്ട് ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർക്ക് പ്രയാസം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുജ്ജി മിൻ വറാഇൻ നാസ് വഅൻതി റാക്കിബ, നീ ജനങ്ങളുടെ പിന്നിൽ നിന്ന് ചെയ്തോ, നീ വാഹനത്തിൽ, അതായത് അന്നുണ്ടായിരുന്ന വാഹനം ഒട്ടകമൊക്കെ ആയിരിക്കും, അതിൽ കയറി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ അത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് തവാഫ് ചെയ്യാൻ മുകളിൽ നമ്മുടെ വീൽ ചെയർ സിസ്റ്റം ഉണ്ട്, അത് ഉപയോഗിക്കാം. സഈ ചെയ്യുന്നിടത്ത് അതിന്റെ സിസ്റ്റം ഉണ്ട്, അത് ഉപയോഗിക്കാം. അതൊന്നും തെറ്റല്ല. അതൊക്കെ പഴയ കാലത്തെ വാഹനത്തിന് പകരമായിട്ടുള്ളതാണ്. ഒരാൾക്ക് നടന്നു പോകാൻ സാധിക്കുന്നില്ല, ഭയങ്കര തിരക്കാണ്, ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഹജ്ജ് ഉംറ പൂർത്തിയാക്കണം. അല്ലാതെ കഴിയുന്നില്ല, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നേരം വന്നാൽ പോരാ, അടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ പോകണം. ഇതിനൊരു പൈസ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തിയാക്കാൻ പറ്റും. മുട്ടുവേദന ഉണ്ട്, എനിക്ക് അവിടെ എത്തിയ മുട്ടുവേദന കൂടി, എന്നൊന്നും അനങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര തിരക്ക്, ഇത്ര തിരക്കുണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞ് പിന്മാറരുത്. മറിച്ച് ഉംറയും ഹജ്ജും മറ്റ് സുന്നത്തായ കർമ്മങ്ങൾ പോലെയല്ല, അത് പൂർത്തിയാക്കൽ നിർബന്ധമാവും. സുന്നത്ത് നിസ്കാരം ഇപ്പം നമ്മൾ കൈകെട്ടി ഉടനെ ഇക്കാമത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കിയിട്ട് ഇക്കാമത്ത് പൂർത്തിയാക്കാം. സുന്നത്ത് നോമ്പെടുത്തു, പെട്ടെന്ന് രാവിലെ നമുക്കൊരു യാത്ര പുറപ്പെടണം എന്ന് വന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചു, കാര്യമായ ഒരു പരിപാടിയാണ്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, സുന്നത്തായ നോമ്പ് ഒഴിവാക്കാം. യാതൊരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പവും അതിനില്ല, ഒരു കുറ്റമില്ല. സുന്നത്തായ നോമ്പ് ഒഴിവാക്കുന്നതിന്, ആ നിലക്ക് നമുക്ക് എന്ത് മുറിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. പക്ഷെ സുന്നത്തായ ഉംറയും സുന്നത്തായ ഹജ്ജും അങ്ങനെയല്ല. അത് നിർബന്ധമായ ഉംറ ഹജ്ജും പൂർത്തിയാക്കിയ ആൾക്കാർക്ക് പിന്നുള്ളതൊക്കെ സുന്നത്താണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആരംഭിച്ചാൽ അത് പൂർത്തിയാക്കണം. അത് നിന്നുകൊണ്ടോ നടന്നുകൊണ്ടൊക്കെ സാധിക്കുന്നില്ലെങ്കിൽ ഇരുന്നുകൊണ്ടൊക്കെ ചെയ്യണം. അതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിന്റെ കഫാറത്തിലേക്ക് പോകേണ്ടത് ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയും. അപ്പൊ അത് പ്രയാസമുള്ള ആളുകൾ അത് പറയുക, ഇൻ ഹബസനി ഹാബിസുൻ ഫമഹല്ലി ഹൈസു ഹബസനി എന്നുള്ള കാര്യം പറയുക എന്നുള്ളത് അങ്ങനെ ഒരു ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ഒരു ഹദീസ് കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബാബ് നമുക്ക് തീരും. ഒരു ഹദീസ് കൂടിയുണ്ട്, ഈ ബാബ് തീരും. അബീ ഹുറൈറത, അവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വേറൊരു ഫായിദയും കൂടി പറയുന്നുണ്ട്. അതായത് ചെറിയ കുട്ടികളുടെ വിഷയത്തിലൊക്കെ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, പിന്നീട് അവിടെ എത്തിയാൽ തോന്നും ഈ കുട്ടികൾ അവരിപ്പോൾ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര തിരക്കാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അവിടെ പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ 10-20 വർഷം മുമ്പ് തന്നെ നല്ല തിരക്കുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ അത്രയും തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ വളരെ ചെറിയ കുട്ടികൾ, അവരെ കൊണ്ട് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിപ്പിച്ച് ഹജ്ജ് ഉംറ ഒക്കെ ചെയ്യിപ്പിച്ചാൽ അതിന്റെ പ്രതിഫലം നമുക്കുണ്ട്. അവരുടെ ഹജ്ജ് ഉംറ അവർ 15 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തി എത്തിയാൽ നിർബന്ധമായി വേറെ ചെയ്യണം, അല്ലാതെ അവർക്കത് ഹജ്ജത്തുൽ ഇസ്ലാം ആവുകയില്ല, അത് വേറെ കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള തിരക്കുള്ള സാഹചര്യത്തിൽ അദ്ദേഹം പറയാണ്, നിങ്ങൾ കുട്ടികളെ എഹ്റാമിലേക്ക് പ്രവേശിപ്പിക്കാത്തതാണ് നല്ലത്. എന്തിനെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു, കാരണം ഈ അവസ്ഥ വരും, അപ്പൊ ഈ കുട്ടിയെ കൊണ്ട് എനിക്ക് പോകാൻ പറ്റൂല എന്നുള്ള അവസ്ഥ വരും. ഇപ്പൊ കുട്ടിക്ക് കാരണമായി മൊത്തമായിട്ട് ഒഴിവാക്കുന്ന അവസ്ഥയൊക്കെ വരും. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, ഈ തിരക്കിനൊക്കെ കുട്ടികളെ കാണാതാവുക, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അത് നമ്മുടെ ഇബാദത്തിനെ ശരിക്കും ബാധിക്കും. നമ്മൾ എപ്പോഴും ഈ കുട്ടിനെ നോക്കുന്ന തിരക്കിലായിരിക്കും. കുട്ടി അങ്ങോട്ട് പോകുക, കുട്ടി ഇങ്ങോട്ട്, കുട്ടി കരയുന്നു, കുട്ടിക്ക് ഈ ആളുകളെ കാണുമ്പോൾ പ്രയാസം, അങ്ങനെ ആയിട്ട് നമ്മുടെ ഇബാദത്തിന് വലിയ രീതിയിൽ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കുട്ടിയെ ഇഹ്റാമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, അവർ മാറി മാറി ഉംറക്ക് വന്നവർക്ക് പോവുകയോ, അല്ലെങ്കിൽ ആ രൂപത്തിൽ കുട്ടിയുടെ കാര്യം നമ്മൾ നോക്കാതെ, കുട്ടിക്ക് വേണ്ട തവാഫോ കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ആ രൂപത്തിലെ പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്ന് അദ്ദേഹം പ്രത്യേകം പറയാണ്. കാരണം അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളില്ല. അന്ന് വളരെ എളുപ്പമാണ്. ഇന്ന് ലക്ഷങ്ങളാണ് ഒരുമിച്ച് ഹജ്ജ് ഉംറയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ലക്ഷങ്ങൾ ഒരുമിച്ചിട്ട് അവിടെ തിങ്ങി നിറയാണ്. അപ്പൊ ഇന്നത്തെ അവസ്ഥ വേറെയാണ്. അത്തരം പ്രയാസങ്ങളിലേക്ക് നിങ്ങൾ സ്വയം വലിച്ചേക്കേണ്ടതില്ല എന്നൊക്കെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അടുത്ത ഹദീസ്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി അൻ തുസാഫിറ മസീറത യൗമിൻ വലൈല ഇല്ലാ വമഅഹ ഹുർമ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അവൾക്ക് മഹറമായ അഥവാ വിവാഹബന്ധം നിഷിദ്ധമായ ഒരു പുരുഷൻ കൂടെ ഇല്ലാതെ അവൾ ഒരു രാവും പകലും നീളുന്ന ഒരു യാത്ര ചെയ്യാൻ
പാടില്ല എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. റിവായത്തുൽ മുസ്ലിമിന്റെ റിവായത്തിൽ വന്നു, ലാ തുസാഫിർ മസീറത്ത യൗമിൻ ഇല്ലാ മഅഹ ദി മഹറം, ഒരു ദിവസത്തെ യാത്ര മഹറം ഇല്ലാതെ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വ്യത്യസ്ത റിവായത്തിൽ വന്നിട്ടുണ്ട്. യൗമുൻ വലൈല, ഒരു രാവും പകലും എന്ന് വന്നിട്ടുണ്ട്. സലാസത്ത് അയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പറയാതെ ഒരു മുഖയ്യദാവാതെ യാത്ര എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, ഇതിന്റെ ഉദ്ദേശം മൊത്തത്തിൽ യാത്ര എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നാട്ടിൽ യാത്ര എന്ന് പറയുന്ന ഒരു ദൂരത്തേക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വിവാഹബന്ധം നിഷിദ്ധമായ മഹറമായ ഭർത്താവോ ഉപ്പയോ സഹോദരനോ പ്രായപൂർത്തിയെത്തിയ മകനോ ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇല്ലാതെ അവൾക്ക് യാത്ര അനുവദനീയമാവുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ഈ ബാബിൽ അദ്ദേഹം ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? കാരണം ഇത് കിതാബുൽ ഹജ്ജാണ്. ഹജ്ജിന് പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹജ്ജ് നിർബന്ധമാകാനുള്ള നിബന്ധനയിൽപ്പെട്ടതാണ് അവൾക്ക് മഹ്റമുള്ള ഒരു പുരുഷൻ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ഒരു പുരുഷൻ കൂടെ ഇല്ല എങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ല. കാരണം ചില ആളുകൾ എനിക്കൊരു ഹജ്ജ് ചെയ്യണ്ടേ എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലൊക്കെ പോയാൽ മതി എന്ന് പറയും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വളരെ ശക്തമായി അത് എതിർക്കുകയാണ്. അദ്ദേഹം തെളിവായി പറയുന്നത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു വ്യക്തി ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന ഇംറഅതി ഖറജത് ഹാജ, അള്ളാന്റെ റസൂലെ എന്റെ ഭാര്യ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നാൽ ഇന്ന യുദ്ധത്തിലൊക്കെ പേര് നൽകിയ ആളാണ്, എനിക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് വേറെ യാത്ര നടത്താനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പുറപ്പെടുക, നീ നിന്റെ ഭാര്യയോടൊപ്പം ഹജ്ജ് ചെയ്യുക, അവൾ ഒറ്റക്ക് വിടേണ്ടതില്ല, ഭാര്യയോടൊപ്പം നീ ഹജ്ജ്. അപ്പൊ യുദ്ധത്തിന് പേരെഴുതിയ വ്യക്തിയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ വേറെ സ്ത്രീകളുടെ കൂടെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്, നീ അവളുടെ കൂടെ തന്നെ പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉംറ ചെയ്യുന്ന സമയത്തും ഹജ്ജ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു കൂട്ടം സ്ത്രീ ഉണ്ടായാൽ മതി എന്നുള്ളത് അത് ശരിയല്ല. മറിച്ച് മഹറമായ പുരുഷന്മാർ, മഹറമായ ആൾക്ക് വിവാഹബന്ധം നിഷിദ്ധമായ ആൾ വേണം. അപ്പോൾ സൗദി ഗവൺമെന്റിനെ പറ്റിക്കുന്ന രൂപത്തിൽ ആളുകൾ ചെയ്യാറുണ്ട്. ട്രാവൽസുകാർ അവർ ചെയ്യുന്നൊരു പറ്റിക്കലാണ്, വഞ്ചനയാണത്. ഓരോരുത്തർ, കാരണം അവിടെ മഹർ ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പൊ ഇന്ന സ്ത്രീ ഇന്നാളെ പെങ്ങളാണ്, ഇന്ന സ്ത്രീ ഇന്നാളെ മകളാണ്, ഇന്ന സ്ത്രീ ഇന്നാളെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അവർ കാര്യങ്ങൾ തയ്യാറാക്കാം. അതൊക്കെ കളവുകളാണ്. അതൊക്കെ ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കളവുകളാണ്. അങ്ങനെയുള്ള കളവുകളൊന്നും ചെയ്തിട്ട് ഉംറ സർവീസും ഹജ്ജ് സർവീസും നടത്തി ലാഭം ഉണ്ടാക്കേണ്ടതില്ല. അത് അനുവദനീയമായ കളവല്ല. അത് അനുവദനീയമായ കളവല്ല. നമ്മളൊരു കളവ് ആ രൂപത്തിൽ ഇന്നാളെ റിലേഷൻ ആണ് എന്ന് പറയുന്ന നെസബ് പറയുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല. അത് നിർബന്ധമായ കാര്യമല്ല. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വളരെ ശക്തമായി അത് വിലക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. കാരണം ആ സ്ത്രീ പേടിക്കേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല മുന്നിൽ എത്തിയാൽ അല്ലാഹു തആല മഹറം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളെ എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്ന് അവൾക്ക് ചോദ്യം ഉണ്ടാവുകയില്ല. കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറം ഉണ്ടാകുക എന്നുള്ളത് എല്ലാ നിലക്കും അവൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. യാത്രയിലും മറ്റുമൊക്കെ ആയിട്ട് അവൾ ചൂഷണം ചെയ്യപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ നിലക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമായ വിവാഹബന്ധം നിഷിദ്ധമായ, അതായത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചില ആളുകൾ എന്ത് ചെയ്യും, അവരുടെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഒക്കെ ഉണ്ടാവും, അതിന്റെ കൂടെ അങ്ങോട്ട് പോകും. അതൊന്നും മഹറാവുകയില്ല. സഹോദരിയുടെ ഭർത്താവ് സഹോദരിയുടെ മഹറാണ്, അല്ലെങ്കിൽ സഹോദരിയുടെ ഭർത്താവാണ്, അല്ലെ, സഹോദരിയുടെ ഭർത്താവാണ്. അതല്ലാതെ അവളുടെ അനിയത്തിക്കോ മറ്റൊന്നും ആവുകയില്ല. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഖേദകരമാണ്. ഉംറ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ 3/4 ഭാഗവും സ്ത്രീകളും ഒരു 4-5 പുരുഷന്മാരൊക്കെ ആയിട്ടാണ് അധികവും പോവുക. അത് ശരിയായ രീതിയല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ട സലഫി ഉലമാക്കളിൽ തന്നെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം നിർഭയത്വമുണ്ട് എങ്കിൽ സ്ത്രീക്ക് യാത്ര ചെയ്യാമെന്നാണ്. വേറൊരു വഴിയില്ല, അങ്ങനെ കിട്ടുന്നേ ഇല്ല. നിർഭയത്വം വഴിയിലുണ്ട്, യാത്രയിലും തുടരുന്ന സ്ഥലത്തൊക്കെ വഴിയിലുണ്ട് എങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഞാൻ ഈ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, നമുക്ക് എളുപ്പമുള്ള ഒരു അഭിപ്രായം എടുക്കുക എന്നുള്ളതല്ല. നമ്മൾ ശരിയായ അഭിപ്രായമേ ഏത് സ്വീകരിക്കാൻ പാടുള്ളൂ. പിന്നെ എന്തിനാണ് പറഞ്ഞു വന്നത്? അത് പറഞ്ഞു വന്നത് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ വലിയ ഒരു വിഡ്ഢിത്തം പറഞ്ഞു എന്നോ അല്ലെങ്കിൽ വലിയൊരു ഹറാമായ കാര്യത്തിന് ഫത്വ നൽകിയെന്നോ വിചാരിക്കേണ്ടതില്ല. കാരണം അഹ്ലുസുന്നത്തിന്റെ ചില ഉലമാക്കൾ തന്നെ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഏറ്റവും ശരിയായ നമ്മൾ ചിന്തിക്കുക, നമ്മളെ ഭാര്യയെ അങ്ങനെ വിടണോ, ഇങ്ങനെ അവസ്ഥയിൽ വിടണോ, നമ്മൾ ചിന്തിക്കുക. ഓരോരുത്തരും ചിന്തിക്കുക, എൻ്റെ ഉമ്മയെ അങ്ങനെ വിടണോ, എൻ്റെ പെങ്ങൾ അങ്ങനെ വിടണോ, ഇങ്ങനെ അന്യപുരുഷന്മാരെ കൂടെ മഹറമായ ആരും ഇല്ലാതെ വിടണോ, ഓരോരുത്തരും ചിന്തിക്കുക. എന്നിട്ട് ഏറ്റവും ശരിയായ അഭിപ്രായം തന്നെ സ്വീകരിക്കുക, അഥവാ മഹറത്തോടുകൂടി മാത്രം പോകാൻ ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് ഒരു ഉദുറും പറയാനില്ലാത്തതാണ്, നാട്ടിൽ കച്ചവടത്തിന്റെ തിരക്കിലായിരിക്കും, ഇവന് കച്ചവടം ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഇവന് ഉംറയും ഹജ്ജും ഒന്നും ഇവന് ബാധകമല്ല, ഇവന് ഭാര്യ അങ്ങനെ വിടും, പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ലെ വേറൊന്നുമല്ല, തികഞ്ഞ അലംഭാവം. അതായത്
ഭാര്യ അങ്ങോട്ട് വിടുക, ഓരെങ്ങനെയൊക്കെ ഉംറയൊക്കെ ചെയ്തു വരട്ടെ എന്നുള്ള നിലക്കാണ്. മൂപ്പർക്ക് ഒരു വലിയൊരു ബാധ്യത ഒഴിവായതുപോലെയാണ്. സാമ്പത്തികമായിട്ടും സമയത്തിലൊക്കെ എനിക്ക് കച്ചവടം ചെയ്യാൻ പോവുക, അങ്ങനെ ഇങ്ങനെ ആ രൂപത്തിൽ തികഞ്ഞ അലംഭാവം പുലർത്തുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഭാര്യയും പെൺകുട്ടികളെയും അതുപോലെ സഹോദരിമാരെയൊക്കെ ഹജ്ജിന് വിടുന്ന ആളുകൾ അല്ലെങ്കിൽ ഉംറയ്ക്ക് വിടുന്ന ആളുകൾ മഹറമായിട്ട് തന്നെ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക്കല്ലാഹ്.